Hello guys, welcome back to Peak Team Learners. ഈ വീഡിയോയിൽ LBS NC എൻട്രൻസ് എക്സാമിനേഷൻ 2024 ഇൻക്ലൂഡ് ആകുന്ന സി പ്രോഗ്രാമിംഗ് അതിൻ്റെ ബേസിക് ആൻഡ് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ സ്റ്റാർട്ടിങ് നമ്മൾ പഠിക്കേണ്ടതാണ് സി പ്രോഗ്രാം ഡെവലപ്പ് ചെയ്ത ഇയർ, ഡെവലപ്പ് ചെയ്തത് ആരാണ്, പിന്നെ അത് സി പ്രോഗ്രാമിൻ്റെ കോൺസെപ്റ്റ്സ് ഏത് ലാംഗ്വേജിൽ നിന്നാണ് വന്നത്, ഇതൊക്കെയാണ് ബേസിക് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പഠിക്കാനുള്ളത്. അപ്പോൾ സീൽ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്തത് ഡെന്നിസ് റിച്ചയാണ് ഇൻ ദ ഇയർ 1972. ആൻഡ് ഈ സി പ്രോഗ്രാമിംഗ് വേറെ 2 പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ കോൺസെപ്റ്റ്സ് വെച്ചാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതിൽ ഒരു ലാംഗ്വേജാണ് BCPL, ബേസിക് കമ്പൈൻഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ആൻഡ് ഇത് ഡെവലപ്പ് ചെയ്തത് മാർട്ടിൻ റിച്ചാർഡ്സ് ഇൻ ദ ഇയർ 1967. പിന്നെയുള്ള വേറെ ലാംഗ്വേജാണ് B ലാംഗ്വേജ്. ആൻഡ് ഇത് ഡെവലപ്പ് ചെയ്തത് കെൻ തോംസൺ ഇൻ ദ ഇയർ 1970. അപ്പോൾ ഈ 2 പ്രോഗ്രാമിംഗ് ലാംഗ്വേജും കമ്പൈൻ ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു ലാംഗ്വേജാണ് സി പ്രോഗ്രാം. സി ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്ത ഇയർ 1972 ആൻഡ് ഡെവലപ്ഡ് ബൈ ഡെന്നിസ് റിച്ച്. നെക്സ്റ്റ് വൺ ആണ് ഫീച്ചേഴ്സ് ഓഫ് സി ലാംഗ്വേജ്. സി ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഒക്കെ ചെയ്യാൻ പറ്റും. സിസ്റ്റം സോഫ്റ്റ്വെയർസ് ലൈക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, കമ്പൈലേഴ്സ് ഇതൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റും. ആൻഡ് ഈ സി ലാംഗ്വേജ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസും സിസ്റ്റം സോഫ്റ്റ്വെയർസും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഇത് വെച്ച് നമുക്ക് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ലൈക്ക് ഡേറ്റാബേസ്, സ്പ്രെഡ്ഷീറ്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. യുണിക്സ് കേർണൽ കംപ്ലീറ്റ്ലി സി ലാംഗ്വേജ് വെച്ചിട്ടാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് സി ലാംഗ്വേജിൻ്റെ ഫീച്ചേഴ്സ്. ഇത് യൂസ് ചെയ്തുകൊണ്ട് സി ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സിസ്റ്റം സോഫ്റ്റ്വെയർസ് ലൈക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, കമ്പൈലേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഹൈലി പോർട്ടബിൾ ആണ്. ആൻഡ് ഇത് മിഡിൽ ലെവൽ ലാംഗ്വേജ് എന്നാണ് അറിയപ്പെടുന്നത്. സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് സിസ്റ്റം പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്. നെക്സ്റ്റ് വരുന്നതാണ് മെഷീൻ ലാംഗ്വേജ്, അസംബ്ലി ലാംഗ്വേജ് ആൻഡ് ഹൈ ലെവൽ ലാംഗ്വേജ്. ഇത് മൂന്നത്തിൻ്റെയും ഡിഫറൻസ് പഠിക്കണം. മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇതാണ് കമ്പ്യൂട്ടറിന് അറിയാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ്, മെഷീൻ ലാംഗ്വേജ്. ആൻഡ് സീറോസ് ആൻഡ് വൺസ് വെച്ചുള്ളതാണ് മെഷീൻ ലാംഗ്വേജ്. ഇതാണ് വൺലി ലാംഗ്വേജ് ദ കമ്പ്യൂട്ടർ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ നെക്സ്റ്റ് ഉള്ളതാണ് അസംബ്ലി ലാംഗ്വേജ്. അസംബ്ലി ലാംഗ്വേജിൽ നമ്മൾ നിമോണിക് കോഡ്സ് യൂസ് ചെയ്തിട്ടാണ് പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്യുന്നത്. നിമോണിക് കോഡ്സ് എന്ന് പറയുമ്പോൾ ലൈക്ക് ഫുൾ ഇംഗ്ലീഷ് വേർഡ്സ് അല്ല, ആഡ്, സബ്, മൽ, സ്റ്റാർട്ട്, സ്റ്റോപ്പ് ഇങ്ങനെയുള്ള നിമോണിക് കോഡ്സ് വെച്ചിട്ടാണ് അസംബ്ലി ലാംഗ്വേജിൽ പ്രോഗ്രാമിംഗ് ചെയ്യുന്നത്. പിന്നെ ഉള്ളതാണ് ഹൈ ലെവൽ ലാംഗ്വേജ്. ഹൈ ലെവൽ ലാംഗ്വേജിൽ നമുക്ക് ഇംഗ്ലീഷ് ലൈക്ക് കീവേഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 3 ലാംഗ്വേജിൽ മെഷീൻ ലാംഗ്വേജ് മാത്രമാണ് കമ്പ്യൂട്ടറിന് ഡയറക്റ്റ്ലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ്. വേറെ ലാംഗ്വേജസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ അതിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഇത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളാണ് ട്രാൻസ്ലേറ്റേഴ്സ്. ഇപ്പോൾ നമ്മൾ അസംബ്ലി ലാംഗ്വേജിൽ പ്രോഗ്രാംസ് ചെയ്യുവാണെങ്കിൽ അത് മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യണം. എന്നാലേ മെഷീന് കമ്പ്യൂട്ടേഴ്സിന് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സെയിം ഇൻ കേസ് ഓഫ് ഹൈ ലെവൽ ലാംഗ്വേജ്. ഹൈ ലെവൽ ലാംഗ്വേജിലും നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യണം. സോ ഇങ്ങനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളിൻ്റെ പേരാണ് ട്രാൻസ്ലേറ്റേഴ്സ്. ട്രാൻസ്ലേറ്റേഴ്സ് 3 ടൈപ്സ് ഉണ്ട്: അസംബ്ലർ, കമ്പൈലർ ആൻഡ് ഇൻ്റർപ്രിറ്റർ. അസംബ്ലർ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നിമോണിക് കോഡ്സിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യാം. നിമോണിക് കോഡ്സ് അസംബ്ലി ലാംഗ്വേജിലുള്ള പ്രോഗ്രാമിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളതാണ് കമ്പൈലർ ആൻഡ് ഇൻ്റർപ്രിറ്റർ. കമ്പൈലർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലെവൽ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അത് 1 സ്റ്റെപ്പിൽ തന്നെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. കമ്പൈലർ യൂസ് ചെയ്യുന്നത് 1 സ്റ്റെപ്പിൽ ഹൈ ലെവൽ ലാംഗ്വേജിലുള്ള കോഡ് മൊത്തം മെഷീൻ ലാംഗ്വേജിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ ആണ് ഇൻ്റർപ്രിറ്റർ. ഇൻ്റർപ്രിറ്റർ നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലെവൽ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിലൊരു ഡിഫറൻസ് ഉണ്ട്. കമ്പൈലറിനും ഇൻ്റർപ്രിറ്ററിനും ഒരു ഡിഫറൻസ് ഉണ്ട്. ഇൻ്റർപ്രിറ്ററിൽ ലൈൻ ബൈ ലൈൻ ആണ് കൺവേർട്ട് ചെയ്യുന്നത്. പക്ഷേ കമ്പൈലറിൽ 1 സ്റ്റെപ്പിൽ തന്നെ മൊത്തം കൺവേർട്ട് ആവും. ബട്ട് ഇൻ്റർപ്രിറ്റർ ലൈൻ ബൈ ലൈൻ ആണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഡിഫറൻസ്. ആൻഡ് ഇതാണ് 3 ടൈപ്സ് ഓഫ് ട്രാൻസ്ലേറ്റേഴ്സ്: അസംബ്ലർ, കമ്പൈലർ ആൻഡ് ഇൻ്റർപ്രിറ്റർ. Next one, different types of programs used to run C program or used to develop C program. നമ്മളിപ്പോൾ ഒരു C program സിയിൽ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അത് റൺ ചെയ്യണം, കമ്പൈൽ ചെയ്യണം, ഡീബഗ് ചെയ്യണം, ഇങ്ങനെ കുറേ സ്റ്റെപ്സ് ഉണ്ടല്ലോ. അതിനൊക്കെ നമ്മൾ ഡിഫറെൻറ്റ് സോഫ്റ്റ്വെയർ പ്രോഗ്രാംസാണ് യൂസ് ചെയ്യുന്നത്. ഈ എല്ലാ പ്രോഗ്രാമും കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു ആപ്ലിക്കേഷനായിട്ടുള്ളത്. അതിലാണ് നമ്മൾ സി പ്രോഗ്രാമൊക്കെ ഡയറക്റ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ടർബോ C++ ഉണ്ട്. അതെടുക്കുവാണെങ്കിൽ അതിൽ എഡിറ്റർ, ഡീബക്കർ, കമ്പൈലർ ആണ്. ഇതെല്ലാത്തിലും സെപ്പറേറ്റ് ഓപ്ഷൻസ് ഇല്ലേ, അതെല്ലാം ഓരോ പ്രോഗ്രാംസാണ്. അപ്പോൾ അത് സി പ്രോഗ്രാം റൺ ചെയ്യാൻ വേണ്ടി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോഗ്രാംസ് എന്തൊക്കെയാണെന്ന് നോക്കാം.
ആദ്യമുള്ളതാണ് എഡിറ്റർ. നമ്മൾ ഏത് ലാംഗ്വേജിൽ ഏത് പ്രോഗ്രാമർ കോഡിങ് റൈറ്റ് ചെയ്യുവാണെങ്കിലും പ്രോഗ്രാം കോഡ് ചെയ്യുവാണെങ്കിലും എഡിറ്റർ വേണം. എഡിറ്ററിലാണ് നമ്മൾ സോഴ്സ് കോഡെല്ലാം എഴുതുന്നത്. അപ്പോൾ എഡിറ്റർ യൂസ്ഡ് ഫോർ റൈറ്റിംഗ് ദി സോഴ്സ് കോഡ്. ഇതാണ് പ്രോഗ്രാമറിന് പ്രോഗ്രാം ചെയ്യാനുള്ള പ്രോഗ്രാം ചെയ്യാൻ ആവശ്യമുള്ള ഫസ്റ്റ് തിങ് ആണ് എഡിറ്റർ. നെക്സ്റ്റ് ഉള്ളതാണ് ഡീബക്കർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സിൻടാക്സ് എറേഴ്സ് അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. കോഡിലുള്ള എറേഴ്സ് ബഗ്സൊക്കെ ഡീബക്കർ യൂസ് ചെയ്ത് നമുക്ക് അത് അറിയാൻ പറ്റും. തേർഡ് വൺ ആണ് പ്രീ പ്രോസസ്സർ. നമ്മൾ സോഴ്സ് കോഡിൽ ചില സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് എല്ലാം കാണൂലേ. ഫോർ എക്സാമ്പിൾ ഹാഷ് സിമ്പിൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഹാഷ് ഡിഫൈൻ അങ്ങനെയൊക്കെ വരുമ്പോൾ ആ ഇൻസ്ട്രക്ഷൻസൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനുള്ള കോഡൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് പ്രീ പ്രോസസ്സർ. പിന്നെ ഉള്ളതാണ് കമ്പൈലർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജിന് മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. പിന്നെ ഉള്ളതാണ് ലിങ്കറിൽ നമ്മളിപ്പോൾ ഹൈ ലെവൽ ലാംഗ്വേജ് മെഷീൻ കോഡിലോട്ട് കൺവേർട്ട് ചെയ്തില്ല, അതിൻ്റെ കൂടെ കുറച്ച് മെഷീൻ കോഡ്സും കൂടി ആഡ് ചെയ്തിട്ട് അതൊരു കംപ്ലീറ്റ് എക്സിക്യൂട്ടബിൾ ഫയലായിട്ട് കൺവേർട്ട് ചെയ്യും. ഈ കൺവേർട്ട് ചെയ്യുന്നതാണ് ലിങ്കറിൻ്റെ ജോബ്. സോ നമ്മളൊരു സി ലാംഗ്വേജിൽ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ആവുന്ന ഡിഫറെൻറ്റ് പ്രോഗ്രാംസാണ് എഡിറ്റർ, ഡീബക്കർ, പ്രീ പ്രോസസ്സർ, കമ്പൈലർ ആൻഡ് ലിങ്കർ. നെക്സ്റ്റ് ടോപ്പിക്കാണ് സി ക്യാരക്ടർ സെറ്റ്. അഡീഷണലി സി ലാംഗ്വേജിന് ഇറ്റ്സ് ഓൺ ക്യാരക്ടർ സെറ്റ് ഉണ്ട്. 4 ടൈപ്സ് ഓഫ് ക്യാരക്ടർ സെറ്റ്സ് ആണ് വരുന്നത്. ക്യാരക്ടർ സെറ്റ് ഇതിൽ 4 ടൈപ്പ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ലെറ്റേഴ്സ്, സെക്കൻഡ് വൺ നമ്പേഴ്സ്, തേർഡ് വൺ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആൻഡ് ഫോർത്ത് വൺ വൈറ്റ് സ്പേസസ്. ഇതിൽ ലെറ്റേഴ്സിൽ അപ്പർ കേസ് A to Z വരെയുള്ള ലെറ്റേഴ്സ് എല്ലാം ഇൻക്ലൂഡ് ആവും. പിന്നെ ലോവർ കേസിലും A to Z വരെയുള്ള ലെറ്റേഴ്സ് എല്ലാം ഇൻക്ലൂഡ് ആവും. പിന്നെ ഉള്ളതാണ് നമ്പേഴ്സിൽ 0 to 9 വരെയുള്ള എല്ലാ ഡിജിറ്റ്സും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ വൈറ്റ് സ്പേസിൽ ബ്ലാങ്ക് സ്പേസ് ഉണ്ട്, ന്യൂ ലൈൻ ഉണ്ട്, ക്യാരേജ് റിട്ടേൺ ഉണ്ട്, ഹൊറിസോണ്ടൽ ടാബ് ഉണ്ട്. ആൻഡ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഇൻ ദ സെൻസ് കോമ, സെമികോളൻ, ക്വസ്റ്റ്യൻ മാർക്ക്, ഡബിൾ കോട്ട്സ്, എക്സ്ക്ലമേഷൻ മാർക്ക്, ഇതൊക്കെയാണ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സിൽ വരുന്നത്. അതിൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ പോസ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് ഓർ നോട്ട് ചെയ്ത് വെച്ചാലും മതി. നെക്സ്റ്റ് വൺ ആണ് ഐഡൻറ്റിഫയേഴ്സ് ആൻഡ് കീവേഡ്സിന് ഫിക്സഡ് മീനിങ്സ് ഉണ്ട്. അതിൻ്റെ മീനിങ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. കീവേഡ്സ് ഹാവ് ഫിക്സഡ് മീനിങ്സ് ആൻഡ് ദ മീനിങ് കനോട്ട് ബി ചേഞ്ച്ഡ്. സി പ്രോഗ്രാമിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത് കീവേഡ്സ് ആണ്. സി പ്രോഗ്രാമിൽ മൊത്തം 32 കീവേഡ്സ് ആണ് ഉള്ളത്. ആൻഡ് ഈ കീവേഡ്സ് എല്ലാം തന്നെ ലോവർ കേസ് ലെറ്റേഴ്സിലായിരിക്കും. അപ്പോൾ അതിലുള്ള കീവേഡ്സ് ആണ് ഓട്ടോ, ബ്രേക്ക്, കേസ്, ക്യാർ, കോൺസ്റ്റ്, കണ്ടിന്യൂ, ഡബിൾ, എൽസ്, ഈനം, എക്സ്റ്റേൺ, ഷോർട്ട്, ഫോർ, ഇൻറ്റ്, ലോങ്, രജിസ്റ്റർ, റിട്ടേൺ, ഫ്ലോട്ട്, സൈൻഡ്, സ്ട്രക്ട്, സ്വിച്ച്, ടൈപ്പ് ഡെഫ്, യൂണിയൻ, അൺസൈൻഡ് ആൻഡ് വോയിഡ്. ഇതൊക്കെയാണ് സി ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്ന keywords. Then identifier is nothing but name assigned to an element in a program. For example, ഇപ്പം ഞാൻ int a is equal to 10 എന്ന് കൊടുക്കുന്നു. അതിൽ a ആണ് ഐഡൻറ്റിഫയർ എന്ന് പറയുന്നത്. നമ്മൾ ഒരു വേരിയബിൾ ഒരു ഫംഗ്ഷനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് കൊടുക്കുന്ന നെയിമാണ് ഐഡൻറ്റിഫയർ. സോ ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് ഇതിൽ നമ്മൾ പഠിച്ചത് എവല്യൂഷൻ ഓഫ് സി, പിന്നെ ക്യാരക്ടർ സെറ്റ് പഠിച്ചു, ക്യാരക്ടർ സെറ്റ്, കീവേഡ്സ് ആൻഡ് ഐഡൻറ്റിഫയേഴ്സ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് കോൺസ്റ്റൻസ് ഇൻ സി. കോൺസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിൽ സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ വാല്യൂസ് ഒന്നും ചേഞ്ച് ആവത്തില്ല. ഇപ്പോൾ സ്റ്റാർട്ടിങ് ഒരു വാല്യൂ കൊടുക്കുകയാണെങ്കിൽ ആ വാല്യൂ തന്നെ ആയിരിക്കും പ്രോഗ്രാം കംപ്ലീറ്റ്ലി റൺ ആവുന്നത് വരെ ആ സെയിം വാല്യൂ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ സി പ്രോഗ്രാമിൽ 5 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോൺസ്റ്റൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ ആണ് ക്യാരക്ടർ കോൺസ്റ്റൻറ്റ്, സെക്കൻഡ് വൺ ഇൻറ്റീജർ കോൺസ്റ്റൻറ്റ്, തേർഡ് വൺ റിയൽ, ഫോർത്ത് വൺ സ്ട്രിങ് ആൻഡ് ഫിഫ്ത്ത് വൺ ലോജിക്കൽ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇതിൽ ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ ക്യാരക്ടറാണ്. ഫോർ എക്സാമ്പിൾ A, D, 7, സ്റ്റാർ, ഇതൊക്കെ ഒരു സിംഗിൾ ക്യാരക്ടേഴ്സാണ്. ഇതാണ് ക്യാരക്ടർ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് നമ്മൾ സിംഗിൾ കൊട്ടേഷൻ മാർക്ക് വെച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. സിംഗിൾ കോട്ട്സ് വെച്ചിട്ടാണ് ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നതും എല്ലാം. എക്സാമ്പിൾ
single quotes A is a character constant, single quotes D is a character constant, etc. Then next one ആണ് integer constant. Integer constant എന്ന് പറയുമ്പോൾ sequence of digits and ഒരു numeric value ഉള്ള integer constants ആണ്. ഇതിൽ 3 types ഉണ്ട്. First one decimal integers, second one octal integers, third one hexadecimal integers. Decimal integersൽ 0 to 9 വരെയുള്ള നമ്പേഴ്സ് എല്ലാം യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. ഒക്ടൽ ഇൻറ്റീജേഴ്സിൽ നമ്മൾ 0 to 7 വരെയുള്ള നമ്പേഴ്സാണ് യൂസ് ചെയ്യുന്നത്. മൊത്തം 8 നമ്പേഴ്സ് ഉണ്ട്, 0 to 7. ആൻഡ് അത് പ്രോഗ്രാമിൽ കൊടുക്കുമ്പോൾ ഒക്ടൽ ഇൻറ്റീജേഴ്സ് കൊടുക്കുമ്പോൾ സ്റ്റാർട്ടിങ് 0 ഇട്ടിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ ഹെക്സാഡെസിമൽ ഇൻറ്റീജേഴ്സ് 0 to 9 വരെ ഉണ്ട്, പിന്നെ A to F വരെ ഉണ്ട്. അത് 0x വെച്ചിട്ടാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. പിന്നെ നമ്പേഴ്സ് ഇൻറ്റീജേഴ്സിൻ്റെ ഇൻ ബിറ്റ്വീൻ ബ്ലാങ്ക് സ്പേസ് ഓർ കോമേഴ്സ് ഒന്നും അലൗഡ് അല്ല. തേർഡ് ഉള്ളതാണ് റിയൽ ഓർ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് കോൺസ്റ്റൻസ്. റിയൽ ഓർ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് കോൺസ്റ്റൻറ്റ് ഡെസിമൽ പോയിൻറ്റ് വെച്ചിട്ടുള്ള നമ്പേഴ്സാണ് റിയൽ ഓർ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പേഴ്സ്. ഫോർ എക്സാമ്പിൾ 34.8 -65.33 ഇതൊക്കെ ഡെസിമൽ പോയിൻറ്റ്സ് ആണ്. ആൻഡ് ഇത് സയൻറ്റിഫിക് നൊട്ടേഷനിൽ നമുക്ക് ഇത് ഡെസിമൽ റിയൽ ഓർ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് കോൺസ്റ്റൻറ്റിനെ എഴുതാൻ പറ്റും. 24 E -5 എന്ന് വെച്ചോ. 24 × 10⁻⁻5 ആണ് അതിൻ്റെ ഫുൾ മീനിങ്. 24 E -5 മീൻസ് 24 × 10⁻⁻5 ആണ് അതിൻ്റെ മീനിങ്. ഇതാണ് സയൻറ്റിഫിക് നൊട്ടേഷൻ ഓഫ് റിയൽ നമ്പേഴ്സ്. നെക്സ്റ്റ് വൺ ആണ് സ്ട്രിങ് കോൺസ്റ്റൻസ്. സ്ട്രിങ് കോൺസ്റ്റൻസ് എല്ലാം നമ്മൾ ഡബിൾ കോട്ട്സിൻ്റെ അകത്താണ് കൊടുക്കുന്നത്. ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കുന്ന എല്ലാം തന്നെ സ്ട്രിങ് കോൺസ്റ്റൻസ് ആണ്. ഫോർ എക്സാമ്പിൾ ഹലോ വേൾഡ്, A23 ഇതെല്ലാം നമ്മൾ ഡബിൾ കോട്ട്സിൽ കൊടുക്കുമ്പോൾ അത് സ്ട്രിങ് കോൺസ്റ്റൻ്റ് ആവും. സ്ട്രിങ് കോൺസ്റ്റൻറ്റിൽ നൾ ക്യാരക്ടർ ഉണ്ട്. സ്ട്രിങ് കോൺസ്റ്റൻസ് യൂസ് ചെയ്യുമ്പോൾ ആ ക്യാരക്ടേഴ്സ് ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നൾ ക്യാരക്ടർ ഉണ്ട്. ആ നൾ ക്യാരക്ടറാണ് /0. അത് നമുക്ക് കാണാൻ പറ്റത്തില്ല, പക്ഷെ ആ വാല്യൂ അവിടെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ A ആണെങ്കിൽ ഡബിൾ കോട്ട്സ് A ആണെങ്കിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 ക്യാരക്ടേഴ്സ് A ആൻഡ് നൾ, ദാറ്റ് ഈസ് /0. പിന്നെ ഉള്ളതാണ് ലോജിക്കൽ കോൺസ്റ്റൻറ്റ്. ലോജിക്കൽ കോൺസ്റ്റൻസിന് 2 വാല്യൂ ആണ് ഉള്ളത്. ഒന്ന് ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. എയ്തർ ഇറ്റ് ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. നോൺ സീറോ വാല്യൂ ആണെങ്കിൽ അത് ട്രൂ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് 0 ഇസ് കൺസിഡേർഡ് ആസ് ഫോൾസ്. നെക്സ്റ്റ് വൺ ആണ് ഡേറ്റ ടൈപ്സ്. C has a rich set of data types that is capable of catering to all the programming requirements of an application. Cയിൽ different types of a number of data types ഉണ്ട്. ആൻഡ് ഇതിൽ 2 categories ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് പ്രൈമറി ഡേറ്റ ടൈപ്പ്, പിന്നെ ഉള്ളതാണ് കോമ്പോസിറ്റ് ഡേറ്റ ടൈപ്പ്. പ്രൈമറി ഡേറ്റ ടൈപ്പ് എല്ലാം ബിൽഡ് ഇൻ ആണ്. എക്സാമ്പിൾ വോയിഡ്, ക്യാർ, ഇൻറ്റ്, ഫ്ലോട്ട്, ഡബിൾ ഇതൊക്കെ പ്രൈമറി ഡേറ്റ ടൈപ്സ് ആണ്. ഈ കോമ്പോസിറ്റ് ഡേറ്റ ടൈപ്സ് ഒക്കെ ബേസിക് ഡേറ്റ ടൈപ്സിൽ നിന്ന് ഡിറൈവ് ചെയ്തതാണ്. എക്സാമ്പിൾ അറേ, പോയിൻ്റർ, സ്ട്രക്ചർ എക്സെട്ര. പ്രൈമറി ഡേറ്റ ടൈപ്പിൽ ക്യാർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സിംഗിൾ ക്യാരക്ടേഴ്സിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ക്യാർ A. ഇതിൽ ക്യാരക്ടറിന് അതിൻ്റെ സ്റ്റോറേജ് സ്പേസ് 1 byte ആണ്. ആൻഡ് ഇതിൻ്റെ ഫോർമാറ്റ് സ്ട്രിങ് %C. നെക്സ്റ്റ് വൺ ആണ് ഇൻറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സൈൻഡ് ഇൻറ്റീജേഴ്സ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും. സൈൻഡ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് എല്ലാം തന്നെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ആൻഡ് സ്റ്റോറേജ് സ്പേസ് ആണ് 2 bytes. ആൻഡ് ഇതിൻ്റെ ഫോർമാറ്റ് സ്ട്രിങ് %D ആണ്. തേർഡ് ഉള്ളതാണ് ഫ്ലോട്ട് റിയൽ നമ്പേഴ്സ് ആണ്. ഫ്ലോട്ടിൽ നമുക്ക് ഇപ്പോൾ ഒരു റിയൽ നമ്പർ വിത്ത് 6 digits ഓഫ് പ്രിസിഷൻ വരെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. പോയിൻ്റ് വാല്യൂയുടെ അടുത്ത് 6 digits വരെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതിൽ കൂടുതലുണ്ടെങ്കിൽ ഡബിളിലാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ആൻഡ് ഫ്ലോട്ടിനുള്ള സ്റ്റോറേജ് സ്പേസ് ആണ് 4 bytes. ആൻഡ് ഇതിൻ്റെ ഫോർമാറ്റ് സ്ട്രിങ് ആണ് %F. പിന്നെ ഡബിളിനുള്ളത് 8 bytes ആണ് സ്പേസ്. ആൻഡ് ഇതിൻ്റെത് LF ആണ് ഇതിൻ്റെ ഫോർമാറ്റ് സ്ട്രിങ്. ദെൻ ഫിഫ്ത്ത് വൺ ആണ് വോയിഡ് ഹാസ് നോ വാല്യൂസ്. ദെൻ ബാലൻസ് ഉള്ളതാണ് കോമ്പോസിറ്റ് ഡേറ്റ ടൈപ്സ്, അറേ, പോയിൻ്റർ ആൻഡ് സ്ട്രക്ചർ. അറേ ഇസ് എ സീക്വൻസ് ഓഫ് ഒബ്ജക്ട്സ്. ഇതിൽ സെയിം ടൈപ്പിലുള്ള നമ്പർ ഓഫ് വാല്യൂസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇൻറ്റ് num5. ഇതിൽ ഇൻറ്റീജർ ഡേറ്റ ടൈപ്പ് ഉള്ള 5 വാല്യൂസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. 0, 1, 2, 3, 4 ഈ 5 പ്ലേസസിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും.
പിന്നെ ഓരോ ഇൻറ്റിനും 2 ബൈറ്റ്സ് വെച്ച്, ഇപ്പോൾ ഇതിൽ മൊത്തം 5 അല്ലേ, അപ്പോൾ 5 × 2 മൊത്തം 10 ബൈറ്റ്സ് ആണ് നമുക്ക് ഈ അറേക്ക് കിട്ടുന്ന സ്പേസ്. പിന്നെ ഉള്ളതാണ് പോയിൻ്റർ. പോയിൻ്റർ ഇസ് യൂസ്ഡ് ടു സ്റ്റോർ ദ അഡ്രസ് ഓഫ് എനി മെമ്മറി ലൊക്കേഷൻ. അതിന് എക്സാമ്പിളാണ് ഇൻറ്റ് സ്റ്റാർ PTR. സ്റ്റാർ സിമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ പോയിൻ്റർ വേരിയബിൾസൊക്കെ ഡിക്ലെയർ ചെയ്യുന്നത്. പിന്നെ ഉള്ളത് സ്ട്രക്ചർ. സ്ട്രക്ചറിൽ നമ്മൾ കളക്ഷൻ ഓഫ് വേരിയബിൾസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ്. അറേ യൂസ് ചെയ്യുന്നതോട് സെയിം ടൈപ്പുള്ള ഡേറ്റാസ് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ സ്ട്രക്ചറിൽ നമ്മൾ ഡിഫറെൻറ്റ് ഡേറ്റ ടൈപ്സ് ഉള്ള വേരിയബിൾസിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് വേരിയബിൾസ്. വേരിയബിൾസിൻ്റെ വാല്യൂസ് ത്രൂ ഔട്ട് ദ പ്രോഗ്രാമിംഗ് ചേഞ്ച് ചെയ്യാം. ആൻഡ് ഒരു വേരിയബിൾ, നമ്മളിപ്പോൾ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ്, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇൻറ്റ് എ എന്നൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഈ വേരിയബിളിന് സിംബോളിക്കായിട്ട് മെമ്മറി ലൊക്കേഷനിൽ ഒരു അഡ്രസ്സാണ് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഓരോ വേരിയബിളിനും അതിൻ്റെ ഉണ്ടായ ഓൺ നെയിം ഉണ്ട്, ഡേറ്റ ടൈപ്പ് ഉണ്ട്, സൈസ്, പിന്നെ വാല്യൂസ് എല്ലാം ഉണ്ട്. വേരിയബിളിനെ നെയിം ചെയ്യാനുള്ള കുറച്ച് റൂൾസ് നോക്കാം. വേരിയബിളിനെ നെയിം ചെയ്യുമ്പോൾ നമുക്ക് കോമ്പിനേഷൻ ഓഫ് ആൽഫബറ്റ്സ് എടുക്കാം, ഡിജിറ്റ്സ് എടുക്കാം, അണ്ടർസ്കോർ എടുക്കാം. പിന്നെ വേരിയബിളിൻ്റെ ഫസ്റ്റ് ക്യാരക്ടർ അണ്ടർസ്കോർ ആയാലും ഓക്കെ ആണ്. ആൻഡ് ഇതിൻ്റെ വേരിയബിൾസ് നെയിമിൻ്റെ ഇടയ്ക്ക് ബ്ലാങ്ക് സ്പേസ് വരാൻ പാടില്ല. ആൻഡ് കോമാസ്, ബ്ലാങ്ക് സ്പേസസ് എല്ലാം അലൗഡ് അല്ല. എമംഗ് സ്പെഷ്യൽ സിമ്പിൾസ് only underscore can be used in a variable name. And no word having റിസർവ്ഡ് മീനിങ് ഇൻ C ക്യാൻ ബി യൂസ്ഡ് ഫോർ വേരിയബിൾ നെയിം. നമ്മൾ കീവേഡ്സ് ഉണ്ടല്ലോ, C പ്രോഗ്രാമിൽ 32 കീവേഡ്സ് ഉണ്ട്. ആ കീവേഡ്സിൻ്റെ നെയിം വേരിയബിളിൻ്റെ നെയിമായിട്ട് എടുക്കാൻ പാടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ വേരിയബിൾസ് നെയിം ചെയ്യാനുള്ള റൂൾസ്. പിന്നെ ഉള്ളതാണ് വേരിയബിൾ ഡിക്ലറേഷൻ. വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ടൈപ്പാണ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത്. അത് ഇൻറ്റ് ആണോ, ക്യാർ ആണോ, ഫ്ലോട്ട് ആണോ, ഡബിൾ ആണോ എന്നും അതിൻ്റെ ടൈപ്പാണ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത്. സ്പേസ് വേരിയബിൾ നെയിം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് ഒരു വാല്യൂ ഉണ്ട്, ഇൻറ്റീജറിൽ ഒരു വേരിയബിളാണ് ഉണ്ടെങ്കിൽ ഇൻറ്റ് എ സെമിക്കോളൻ എന്ന് കൊടുക്കാം. അല്ലാതെ എനിക്കിപ്പോൾ ഇൻറ്റിൽ തന്നെ ഒരു 4-5 വേരിയബിൾസ് ഉണ്ടെന്ന് വെച്ചാൽ ഇൻറ്റ് എ സെമിക്കോളൻ, അടുത്ത് ഇൻറ്റ് ബി സെമിക്കോളൻ, അങ്ങനെ കൊടുക്കാതെ ഇൻറ്റ് എ ബി സി ഡി ഇ സെമിക്കോളൻ. ഇപ്പോൾ ഇൻറ്റിൽ ഞാൻ 5 വേരിയബിൾസാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഓരോ വേരിയബിളിനും 2 ബൈറ്റ്സ് വെച്ച് എനിക്ക് മെമ്മറിയിൽ സ്പേസ് അലോക്കേറ്റ് ആയി കാണും. അപ്പോൾ ഇങ്ങനെയാണ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ഇൻ C. ഫ്രം ദ യൂസേഴ്സ് നമ്മൾ ഇൻപുട്ട് എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. ആൻഡ് ഔട്ട്പുട്ട് നമ്മളുടെ റിസൾട്ട് ഓർ ഔട്ട്പുട്ടൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഇൻപുട്ടിൽ യൂസേഴ്സ് കീബോർഡൊക്കെ യൂസ് ചെയ്തോട്ട് കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് തരും. ആൻഡ് ഔട്ട്പുട്ടിൽ റിസൾട്ട് ഓർ ഔട്ട്പുട്ടിനെ മോണിറ്ററിൽ ഷോ ചെയ്യും. ഇതാണ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ടിൻ്റെ ബേസിക് ഓപ്പറേഷൻ. ആൻഡ് C പ്രോഗ്രാമിൽ 2 ടൈപ്പ് ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ആണ് ഉള്ളത്. ഒന്ന് ഫോർമാറ്റഡ് ഇൻപുട്ട് ഔട്ട്പുട്ട്, പിന്നെ ഉള്ളതാണ് അൺഫോർമാറ്റഡ് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട്. നമ്മൾ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇപ്പോൾ ഒരു പ്രോഗ്രാമിൽ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ അതിനാവശ്യമുള്ള ഹെഡർ ഫയൽസൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം. ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഫങ്ഷൻസിനുള്ള ഹെഡർ ഫയലാണ് stdio.h. അപ്പോൾ ഇത് നമ്മൾ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ #include കീവേഡ് വെച്ചിട്ടാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. #include stdio.h. ഇതിൻ്റെ മീനിങ് stdio.h എന്നുള്ള ഹെഡർ ഫയലിനെ ഈ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്നാണ്. അപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസിന് യൂസ് ചെയ്യുന്ന ഹെഡർ ഫയലാണ് stdio.h. അത് എഴുതേണ്ടത് #include stdio.h എന്നാണ്. അപ്പോൾ ഇതിൽ 2 ടൈപ്പാണ് ഉള്ളത്, ഫോർമാറ്റഡ് ഇൻപുട്ട് ഔട്ട്പുട്ട്, പിന്നെ അൺഫോർമാറ്റഡ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഫോർമാറ്റഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് യൂസ് ചെയ്തോണ്ട് നമുക്ക് ഇൻപുട്ടിനെയും ഔട്ട്പുട്ടിനെയും ഫോർമാറ്റ് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഫോർമാറ്റ് ചെയ്യാം. അതാണ് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് ഫ്രം ദ യൂസേഴ്സ് 2 ഇൻറ്റീജേഴ്സ് ഇൻപുട്ട് എടുത്തിട്ട് അതിൻ്റെ സമ്മ് കണ്ടുപിടിച്ച് പ്രിൻ്റ് ചെയ്യണം. ഇങ്ങനെ എടുക്കുന്നത് എനിക്ക് 2 രീതിയിൽ എടുക്കാൻ പറ്റും. ഒന്ന്, 2 ഇൻറ്റീജേഴ്സ് ഇൻപുട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അതിൻ്റെ ഔട്ട്പുട്ട്, ഇപ്പോൾ യൂസേഴ്സ് 5 and 9 ആണ് ഇൻപുട്ട് ചെയ്യുന്നതെങ്കിൽ ഡയറക്റ്റ്ലി 40 നിന്ന് മാത്രം ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാം. അല്ലെങ്കിൽ എൻ്റർ 2 ഇൻറ്റീജേഴ്സ് അങ്ങനെ ഒരു മെസ്സേജ് കൊടുത്തിട്ട് അവർ 2 ഇൻറ്റീജർ, ഇപ്പോൾ 5 and 9 ആണ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ദ സം ഓഫ് 5 and
ഈസ് 14 അങ്ങനെയാണ് എനിക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ രണ്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് പറഞ്ഞതാണ് അൺഫോർമാറ്റഡ് ഇൻപുട്ട് ഔട്ട്പുട്ട്, സെക്കൻഡ് പറഞ്ഞതാണ് ഫോർമാറ്റഡ് ഇൻപുട്ട് ഔട്ട്പുട്ട്. അപ്പോൾ ഫോർമാറ്റ് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോർമാറ്റഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഫോർമാറ്റഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുമ്പോൾ യൂസേഴ്സിന് അത് നല്ലപോലെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വെറുതെ ഇപ്പോൾ 2 നമ്പർ ആഡ് ചെയ്തിട്ട് 19 മാത്രം പ്രിൻറ്റ് ചെയ്യുമ്പോൾ അവർക്കറിയില്ല ഈ 19 എന്താണെന്ന്. അപ്പോൾ 2 നമ്പർ ഇൻപുട്ട് ചെയ്ത് കൊടുത്തിട്ട് സം ഓഫ് 2 നമ്പേഴ്സ് കൊടുക്കുമ്പോൾ അവർക്കറിയാം ഈ 2 നമ്പേഴ്സിൻ്റെ സമ്മാണ് ഇത്, അങ്ങനെ അറിയാം. സോ ഇങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ ഫോർമാറ്റഡിൽ നമ്മൾ ഇതാണ് ചെയ്യുന്നത്. ഈ ഫോർമാറ്റഡ് ഇൻപുട്ട് ഔട്ട്പുട്ടിൻ്റെ ഫങ്ഷൻസാണ് പ്രിൻ്റ് എഫ്, വേറെ ഒന്ന് സ്കാൻ എഫ്. ഫസ്റ്റ് പ്രിൻ്റ് എഫ് നോക്കാം. പ്രിൻ്റ് എഫ് വെച്ചുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ആണ് പെർഫോം ചെയ്യുന്നത്. ഔട്ട്പുട്ടിന് വേണ്ടിയിട്ടാണ് പ്രിൻ്റ് എഫ് യൂസ് ചെയ്യുന്നത്. പ്രിൻ്റ് എഫിൻ്റെ സിൻടാക്സ് ഇതാണ്. പ്രിൻ്റ് എഫ് ഓഫ് ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്, ഫോർമാറ്റ് സ്ട്രിങ്സ് ഒക്കെ കൊടുക്കാം. പിന്നെ ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്തിട്ട് കോമ ഇട്ടിട്ട് നമ്മൾ കൊടുത്ത ഫോർമാറ്റ് സ്ട്രിങ്ങിൻ്റെ ആ ഫോർമാറ്റ് സ്ട്രിങ് ഉണ്ടല്ലോ അതിനുള്ള വേരിയബിൾസ് എന്താണെന്ന് കോമ ഇട്ടിട്ട് കൊടുക്കണം. ഇതാണ് പ്രിൻ്റ് എഫ് സ്റ്റേറ്റ്മെൻറ്റിന് ഒരു സിൻടാക്സ്. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ കാണാം. ഇപ്പോൾ 2 നമ്പർ ഞാൻ ഇൻപുട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രം ദ യൂസർ 2 നമ്പർ ഇൻപുട്ട് ചെയ്തിട്ടുണ്ട്. 5 and 6 ആണ്. അപ്പോൾ അതിൻ്റെ സം എനിക്ക് പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ പ്രിൻ്റ് ചെയ്യുമ്പോൾ പ്രിൻ്റ് എഫ് ഓഫ് ഡബിൾ കോട്ട്സിനകത്ത് ദ സം ഓഫ് കൊടുത്തിട്ട് യൂസേഴ്സ് കൊടുക്കുന്ന ഇൻപുട്ട് നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ അവർ കൊടുക്കുന്ന നമ്പറാണ് നമ്മൾ ഇവിടെ ഇടേണ്ടത്. അപ്പോൾ അതിന് പകരം നമ്പറിന് പകരം %d ഇടാം. ഫോർമാറ്റ് സ്ട്രിങ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇൻറ്റീജേഴ്സ് ആണെങ്കിൽ %d ഇടാം, ഫ്ലോട്ട് ആണെങ്കിൽ %f ഇടാം, ക്യാരക്ടർ ആണെങ്കിൽ %c, സ്ട്രിങ് ആണെങ്കിൽ %s ഇങ്ങനെ കൊടുക്കാം. ഇപ്പോൾ ഞാൻ 2 ഇൻറ്റീജേഴ്സ് ആണ് ഇൻപുട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ %d, ദ സം ഓഫ് %d ആൻഡ് %d is അതിൻ്റെ സമ്മ്, രണ്ടിൻ്റെയും സമ്മ് കണ്ടുപിടിച്ചിട്ട് ഒരു വേരിയബിളിലല്ല സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അതും %d ആണ്. ഡബിൾ കൊട്ടേഷൻ ക്ലോസ് ചെയ്തിട്ട് കോമ ഇടണം. കോമ ഇട്ടിട്ട് ഓരോ %dയിലും ഏത് വാല്യൂ ആണ് വരുന്നത് ആ വാല്യൂയുടെ വേരിയബിൾ നെയിമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ദ സം ഓഫ് %d ആൻഡ് %d is %d, a, b, c. അപ്പോൾ a 5 and b 6 ആണ്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ദ സം ഓഫ് 5 and 6 is 11 ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഇതാണ് പ്രിൻ്റ് എഫിൻ്റെ ഒരു എക്സാമ്പിൾ. നെക്സ്റ്റ് ഉള്ളതാണ് സ്കാൻ എഫ്. സ്കാൻ എഫിൽ നമ്മൾ ഇൻപുട്ടാണ് എടുക്കുന്നത്. ഫ്രം ദ യൂസേഴ്സ് ഇൻപുട്ടാണ് എടുക്കുന്നത്. സ്കാൻ എഫിൻ്റെ സിൻടാക്സ് ആണ് സ്കാൻ എഫ് ഓഫ് ഫോർമാറ്റ് സ്ട്രിങ്, ഡബിൾ കൊട്ടേഷൻ്റെ അകത്ത് ഫോർമാറ്റ് സ്ട്രിങ്, ആംപ്രസൻറ്റ് വേരിയബിൾ നെയിം, ഇപ്പോൾ കൂടുതൽ വേരിയബിൾസ് ഉണ്ടെങ്കിൽ ആംപ്രസൻറ്റ് 1 വേരിയബിൾ നെയിം, ആംപ്രസൻറ്റ് നെക്സ്റ്റ് നെയിം അങ്ങനെ കൊടുക്കണം. ഇപ്പോൾ ഒരു എക്സാമ്പിളാണ്. ഇപ്പോൾ എനിക്ക് 2 നമ്പേഴ്സ് ആഡ് ചെയ്യണം. യൂസേഴ്സിൻ്റെ അടുത്താണ് ഇൻപുട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ പ്രിൻ്റ് എഫ് കൊടുത്തിട്ട് എൻ്റർ 2 ഇൻറ്റീജേഴ്സ് എന്ന് കൊടുക്കും. അപ്പോൾ യൂസേഴ്സ് എൻ്റർ ചെയ്യുന്ന വാല്യൂ എനിക്ക് പ്രോഗ്രാമിലോട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് സ്കാൻ എഫ് യൂസ് ചെയ്യും. സ്കാൻ എഫ് ഓഫ് %d, ബിക്കോസ് ഞാൻ 2 ഇൻറ്റീജേഴ്സാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഫോർമാറ്റ് സ്ട്രിങ് %d കൊടുക്കുന്നത്. %d ഡബിൾ കൊട്ടേഷൻ ക്ലോസ് ചെയ്തിട്ട് കോമ ഇട്ടിട്ട് ഓരോ %dയുടെയും അഡ്രസ്സ് ഏതാണോ, ഇപ്പോൾ ഫസ്റ്റ് %dയുടെ വേരിയബിൾ നെയിം a ആണെങ്കിൽ ആംപ്രസൻറ്റ് a ആയിരിക്കും അതിൻ്റെ അഡ്രസ്സ്, അടുത്ത വേരിയബിൾ സെക്കൻഡ് വേരിയബിളിൻ്റെ അഡ്രസ് നെയിം ആംപ്രസൻറ്റ് b എന്ന് കൊടുക്കുമ്പോൾ യൂസേഴ്സ് ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂ നമ്മളുടെ പ്രോഗ്രാമിലോട്ട് പോയിക്കോളും. പിന്നെ അതിൻ്റെ സമ്മ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ സമ്മ് പ്രിൻ്റ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ പ്രിൻ്റ് എഫ് ആൻഡ് സ്കാൻ സ്റ്റേറ്റ്മെൻറ്റ്സ്. നെക്സ്റ്റ് ഉള്ളതാണ് അൺഫോർമാറ്റഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓർ ഫങ്ഷൻസ്. അൺഫോർമാറ്റഡിൽ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ക്യാരക്ടർ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ്, സെക്കൻഡ് വൺ ആണ് സ്ട്രിങ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ്. ഇത് ക്യാരക്ടർ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസിൽ അറ്റ് എ ടൈം 1 ക്യാരക്ടർ മാത്രം വെച്ചിട്ടാണ് നമുക്ക് ഇൻപുട്ടോ ഔട്ട്പുട്ടോ ചെയ്യാൻ പറ്റുന്നത്. ഇൻപുട്ട് ഓപ്പറേഷൻസോ ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് എല്ലാം അറ്റ് എ ടൈം 1 ക്യാരക്ടർ വെച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് ഇതിൽ ഇൻപുട്ട് എടുക്കാനുള്ള ഫങ്ഷൻസ് ആണ് ഗെറ്റ് ch ആൻഡ് get ഇതൊക്കെ ഇൻപുട്ട് എടുക്കാനുള്ളതാണ്. പിന്നെ ഇതിൽ ഔട്ട്പുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫങ്ഷൻസ് ആണ് putchar ആൻഡ് putch. ഇതിലെല്ലാം അറ്റ് എ ടൈം സിംഗിൾ ക്യാരക്ടർ മാത്രമേ നമുക്ക് ഇൻപുട്ട് എടുക്കാനും പറ്റത്തുള്ളൂ, ഔട്ട്പുട്ട് കൊടുക്കാനും പറ്റത്തുള്ളൂ. നെക്സ്റ്റ് ഒന്നാണ് gets ആൻഡ് puts, സ്ട്രിങ് ഫങ്ഷൻസ്, സ്ട്രിങ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ്.
ഇതിൽ നമുക്ക് സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് ഇൻപുട്ടും എടുക്കാം ഔട്ട്പുട്ടും കൊടുക്കാനും പറ്റും. ക്യാരക്ടർ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസിൽ അറ്റ് എ ടൈം വൺ വേർഡല്ലേ വൺ ക്യാരക്ടറിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിൽ ആ ഡ്രോബാക്ക് അങ്ങ് മാറ്റി. ഇതിൽ സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് നമുക്ക് ഇൻപുട്ട് എടുക്കാനും പറ്റും ഔട്ട്പുട്ട് എടുക്കാനും പറ്റും. ഇൻപുട്ട് എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഗെറ്റ്സ് ഓഫ് ആൻഡ് ഔട്ട്പുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് പുട്ട്സ് ഓഫ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഓപ്പറേഷൻസ്. നമുക്ക് സി പ്രോഗ്രാമിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ ഓപ്പറേറ്റർ എന്താണെന്ന് നോക്കാം, പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻസ് നോക്കാം. ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഒരു സിമ്പിളാണ് ദാറ്റ് ഇൻസ്ട്രക്ട്സ് ദ മെഷീൻ ടു പെർഫോം മാത്തമെറ്റിക്കൽ ഓർ ലോജിക്കൽ ഓപ്പറേഷൻസ് ഓൺ ഡേറ്റ ഹെൽഡ് ഇൻ വേരിയബിൾസ്. അപ്പോൾ ഇത് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് സിമ്പിൾസ് ആണ്. അത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേരിയബിൾസ് വെച്ച് മാത്തമെറ്റിക്കൽ ഓർ ലോജിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്ട്രക്റ്റ് ചെയ്യും. അപ്പോൾ സിയിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാറ്റഗറീസ് ഓപ്പറേറ്റേഴ്സ് ആണ് യൂണറി ഓപ്പറേറ്റർ, ബൈനറി ഓപ്പറേറ്റർ, അരിത്മെറ്റിക് ഓപ്പറേറ്റർ, റിലേഷണൽ ഓപ്പറേറ്റർ, ലോജിക്കൽ ഓപ്പറേറ്റർ, കണ്ടീഷണൽ ഓപ്പറേറ്റർ, അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ, ബിറ്റ് വൈസ് ഓപ്പറേറ്റർ, ഇൻക്രിമെൻറ്റ് ആൻഡ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ ആൻഡ് സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സ്. ഇതിൽ ഫസ്റ്റ് വൺ യൂണറി ഓപ്പറേറ്റർ. യൂണറി ഓപ്പറേറ്ററിൽ ഒരു ഓപ്പറൻറ്റ് കാണത്തുള്ളൂ ടു പ്രൊഡ്യൂസ് എ ന്യൂ വാല്യൂ. യൂണറി ഓപ്പറേറ്റേഴ്സ് ആർ ഓപ്പറേറ്റേഴ്സ് ദാറ്റ് ആക്ട് അപ്പോൺ എ സിംഗിൾ ഓപ്പറൻറ്റ് ടു പ്രൊഡ്യൂസ് എ ന്യൂ വാല്യൂ. ഇതിൽ യൂണറി ഓപ്പറേറ്റേഴ്സിൻ്റെ എക്സാമ്പിൾസ് ആണ് ഇൻക്രിമെൻറ്റ്, ഡിക്രിമെൻറ്റ്, സൈസ് ഓഫ്, അഡ്രസ് ഓഫ്, പിന്നെ യൂണറി മൈനസ്. ഇതൊക്കെ യൂണറി ഓപ്പറേറ്ററിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇതെല്ലാം സിംഗിൾ വാല്യൂ വെച്ചിട്ടാണ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത്. ഇൻക്രിമെൻറ്റിൻ്റെ സിമ്പിളാണ് പ്ലസ് പ്ലസ്. അപ്പോൾ ഇപ്പോൾ എ പ്ലസ് പ്ലസ് ആണെങ്കിൽ എയുടെ വാല്യൂ 5 ആണെങ്കിൽ എ പ്ലസ് പ്ലസ് ചെയ്യുമ്പോൾ എയുടെ വാല്യൂ 6 ആയിട്ട് മാറും. പിന്നെ ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ അതിൻ്റെ സിമ്പിൾ മൈനസ് മൈനസ് ആണ്. ഇപ്പോൾ എ മൈനസ് മൈനസ് കൊടുക്കുമ്പോൾ എയുടെ വാല്യൂ 1 മൈനസ് ആവും. സൈസ് ഓഫ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സൈസ് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ അഡ്രസ് ഓപ്പറേറ്റർ ഗിവ് ആൻ അഡ്രസ് ഓഫ് എ വേരിയബിൾ. പിന്നെ യൂണറി മൈനസ് ഉണ്ട്. യൂണറി മൈനസ് ചേഞ്ചസ് സൈൻ ഓഫ് ഇറ്റ്സ് ആർഗ്യുമെൻറ്റ് സൈൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂണറി മൈനസ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളതാണ് ബൈനറി ഓപ്പറേറ്റർ. ബൈനറി ഓപ്പറേറ്റർ 2 ഓപ്പറാൻഡ് വെച്ച് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യും. ബൈനറി ഓപ്പറേറ്റേഴ്സ് ആർ ദോസ് ദാറ്റ് ഓപ്പറേറ്റ് ഓൺ 2 ഓപ്പറൻസ്. ഫോർ എക്സാമ്പിൾ എ പ്ലസ് ബി, എ മൈനസ് ബി, എ ഇൻറ്റു ബി, ഇതൊക്കെ ബൈനറി ഓപ്പറേറ്റേഴ്സ് ആണ്. ബൈനറി ഓപ്പറേറ്റേഴ്സിൻ്റെ എക്സാമ്പിൾസ് ആണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഓപ്പറേറ്റേഴ്സ്, അഡിറ്റീവ് ഓപ്പറേറ്റേഴ്സ്, ഷിഫ്റ്റ് ഓപ്പറേറ്റേഴ്സ്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, ഇക്വാലിറ്റി ഓപ്പറേറ്റേഴ്സ്, ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് ആൻഡ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ ഇതാണ് യൂണറി ആൻഡ് ബൈനറി ഓപ്പറേറ്റേഴ്സ് ആൻഡ് അതിൻ്റെ ഡിഫറൻസ്. യൂണറി ഓപ്പറേറ്ററിൽ 1 ഓപ്പറൻറ്റ് കാണത്തുള്ളൂ, ബൈനറി ഓപ്പറേറ്ററിൽ 2 ഓപ്പറേറ്റേഴ്സ് കാണത്തുള്ളൂ. നെക്സ്റ്റ് വൺ അറിത്മെറ്റിക് ഓപ്പറേഷൻ. അറിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്തതോടെ നമ്മൾ അറിത്മെറ്റിക് ഓപ്പറേഷൻസ് ആണ് പെർഫോം ചെയ്യുന്നത്. ഇതിൽ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലസ്, ഇങ്ങനെ കുറേ ഓപ്പറേഷൻസ് ഉണ്ട്. ആൻഡ് ഇതിൽ ന്യൂമറിക് ഡേറ്റ ടൈപ്സ് ലൈക്ക് ഇൻറ്റ്, ഫ്ലോട്ട്, ഡബിൾ ഇതൊക്കെ വെച്ചിട്ടാണ് അറിത്മെറ്റിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത്. സിയിൽ ബേസിക് ആയിട്ട് 5 അറിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആണ് ഉള്ളത്. പ്ലസ്, മൈനസ്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ആൻഡ് മോഡുലസ്. അഡീഷൻ പ്ലസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് 2 ആഡ് ചെയ്യാൻ പറ്റും. മൈനസ് യൂസ് ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റും. മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഡിവിഷനിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആൻഡ് മോഡുലസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് റിമൈൻഡർ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു കേസ് എടുക്കാം. ഇപ്പോൾ ഇൻറ്റു എ ഈസ് ഈക്വൽ ടു 10 ഉണ്ട്, ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു 4 ഉണ്ട്. ഇൻറ്റു സി ഈസ് ഈക്വൽ ടു എ ബൈ ബി ആണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ആൻസർ എന്തായിരിക്കും? 2.5 ഓർ 2? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിലെ ആൻസർ 2 ആയിരിക്കും. ബിക്കോസ് നമ്മൾ ഇൻറ്റീജർ വാല്യൂ അല്ലേ കൊടുത്തേക്കുന്നത്. സി ഇൻറ്റീജർ ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഇൻറ്റു എ ബൈ ബി 10/4 2.5 ആണ് ആൻസർ. പക്ഷേ നമ്മൾ വേരിയബിൾ സി ഇൻറ്റായിട്ട് കൊടുത്തത് കൊണ്ട് നമുക്ക് 2.5 കിട്ടത്തില്ല. ഇൻറ്റീജർ പാർട്ട് മാത്രമേ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടത്തുള്ളൂ. 2 മാത്രമാണ് കിട്ടുന്നത്. അപ്പോൾ ഈ കേസ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം. ബിക്കോസ് നമ്മളിപ്പോൾ ഇൻറ്റീജർ വാല്യൂ ഡിക്ലെയർ ചെയ്തിട്ട് ഔട്ട്പുട്ട് ഫ്ലോട്ടിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഫ്ലോട്ട് വാല്യൂ ആണ് കൊടുത്തിരിക്കുന്നത്, ഫ്ലോട്ട് സി ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് ആൻസർ ഇൻറ്റീജറിൽ കിട്ടിയാൽ അതിൻ്റെ ആൻസർ ഇപ്പോൾ ആൻസർ 5 ആണെങ്കിൽ നമ്മളുടെ ഔട്ട്പുട്ടിൽ 5.00 എന്നാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് വൺ ആണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് 2 ഓപ്പറാൻഡിനെ കമ്പയർ ചെയ്യാൻ പറ്റും. ഇക്വലൻ്റ് ആണോ, അൺഈക്വൽ ആണോ, ഗ്രേറ്റർ ദാൻ, ഈക്വൽ ടു, അങ്ങനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഇതിൽ വരുന്നതാണ് ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഇതെല്ലാം റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ആണ്. പിന്നെ ഉള്ളതാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്.
ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്തോണ്ട് നമുക്ക് ലോജിക്കൽ ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്യാൻ പറ്റും. ലൈക്ക് ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ, ലോജിക്കൽ നോട്ട്, ഈ ഓപ്പറേഷൻസ് ഒക്കെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് വെച്ച് പെർഫോം ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ഉള്ളതാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്. അസൈൻമെൻറ്റ് നമ്മളിപ്പോൾ ഈക്വൽ ടു ആണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. 1 ഈക്വൽ ടു, 2 ഈക്വൽ ടു ചെയ്യുമ്പോൾ അത് റിലേഷണൽ ഓപ്പറേറ്റർ ആയിട്ട് മാറും. ഈക്വൽ ടു 2 ഈക്വൽ ടു ഇടുമ്പോൾ രണ്ടും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന കണ്ടീഷനാണ് ഡബിൾ ഈക്വൽ ടു. അസൈൻമെൻറ്റ് ഓപ്പറേറ്ററിൽ ഒരു ഈക്വൽ ടു ആണ് ഉള്ളത്. Assignment operators are used to store the result of an expression to a variable. For example, identifier equal to expression. Identifier ഇപ്പോൾ I equal to 5, int a is equal to 10 അങ്ങനെയൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് ആർ യൂസ്ഡ് ടു അസൈൻ വാല്യൂസ്. നെക്സ്റ്റ് ഉള്ളതാണ് കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ്. കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സിൽ ഫസ്റ്റ് ഒരു എക്സ്പ്രഷൻ കാണും. എക്സ്പ്രഷൻ ക്വസ്റ്റ്യൻ മാർക്ക് സ്റ്റേറ്റ്മെൻറ്റ് 1 കോളൻ സ്റ്റേറ്റ്മെൻറ്റ് 2. ഇതാണ് കണ്ടീഷണൽ ഓപ്പറേഷൻ്റെ ഒരു സിൻടാക്സ്, കണ്ടീഷണൽ ഓപ്പറേറ്ററിൻ്റെ സിൻടാക്സ്. എക്സ്പ്രഷൻ ക്വസ്റ്റ്യൻ മാർക്ക് സ്റ്റേറ്റ്മെൻറ്റ് 1 കോളൻ സ്റ്റേറ്റ്മെൻറ്റ് 2. ഇപ്പോൾ കൊടുത്തിരിക്കുന്ന എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവും. എക്സ്പ്രഷൻ ഫോൾസ് ആണെങ്കിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവും. അതാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് സിൻടാക്സ് ആണ് എക്സ്പ്രഷൻ ക്വസ്റ്റ്യൻ മാർക്ക് സ്റ്റേറ്റ്മെൻറ്റ് 1 കോളൻ സ്റ്റേറ്റ്മെൻറ്റ് 2. നെക്സ്റ്റ് വൺ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് ആണ്. ബിറ്റ് വൈസിൽ നമുക്ക് ബിറ്റ് വൈസ് ലോജിക്കൽ ആൻഡ് ഉണ്ട്, ബിറ്റ് വൈസ് ലോജിക്കൽ ഓർ ഉണ്ട്, ബിറ്റ് വൈസ് ലോജിക്കൽ എക്സ് ഓർ, ലെഫ്റ്റ് ഷിഫ്റ്റ്, റൈറ്റ് ഷിഫ്റ്റ്, വൺസ് കോംപ്ലിമെൻറ്റ്, ഇതൊക്കെ നമുക്ക് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സിൽ പെർഫോം ചെയ്യാൻ പറ്റും. നമ്പേഴ്സ് എല്ലാം ബൈനറി ആയിട്ടാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിലുള്ള ബൈനറി വാല്യൂസ് വെച്ച് പെർഫോം ചെയ്യുന്നതാണ് ഈ ബിറ്റ് വൈസ് ഓപ്പറേഷൻസ് എല്ലാം. നെക്സ്റ്റ് വൺ ഇമേജിൽ ഓപ്പറേറ്റർ പ്രിസിഡൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വേണമെങ്കിൽ ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഓപ്പറേറ്ററിൻ്റെ സിമ്പിളുണ്ട്, പിന്നെ അതിൻ്റെ അസോസിയേറ്റിവിറ്റി. നെക്സ്റ്റ് വൺ ഡിസൈനിങ് സ്ട്രക്ചേർഡ് പ്രോഗ്രാംസ് ഇൻ സി ഒരു സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ. അപ്പോൾ അതിനൊരു സ്ട്രക്ചറുണ്ട്, ഫോർമാറ്റ് ഉണ്ട്. ഈ ഓർഡറിലാണ് നമ്മൾ പ്രോഗ്രാം എഴുതേണ്ടതെന്ന്. അപ്പോൾ അതിൻ്റെ ഓർഡർ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ഡോക്യുമെൻറ്റേഷൻ. അത് കഴിഞ്ഞിട്ട് ലിങ്ക് സെക്ഷൻ കാണും. അത് കഴിഞ്ഞിട്ട് ഡെഫിനിഷൻ സെക്ഷൻ. അത് കഴിഞ്ഞിട്ട് ഗ്ലോബൽ ഡിക്ലറേഷൻസ്, ദെൻ മെയിൻ ഫങ്ഷൻസ് ആൻഡ് സബ് പ്രോഗ്രാംസ്. ഇതാണ് സി പ്രോഗ്രാമിൻ്റെ ഒരു ഓർഡർ. ഇതിൽ ഫസ്റ്റ് ഡോക്യുമെൻറ്റേഷൻ സെക്ഷനിൽ നമ്മൾ ഡബിൾ സ്ലാഷ് കൊടുത്തിട്ട് ഇപ്പോൾ ഒരു സിംഗിൾ ലൈനിലാണ് നമ്മൾ ഡോക്യുമെൻറ്റേഷൻ കൊടുക്കുന്നതെങ്കിൽ, എക്സാമ്പിൾ നെയിം ഓഫ് ദ പ്രോഗ്രാം, ഇത് എന്നാണ് ചെയ്തത്, ഓത്തറിൻ്റെ നെയിം, ഇതൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരു ലൈനിൽ കൊടുക്കുകയാണെങ്കിൽ ഡബിൾ സ്ലാഷ് ഇട്ടിട്ട് എഴുതാം. പിന്നെ നമ്പർ ഓഫ് ലൈൻസ് ഉണ്ടെങ്കിൽ സ്ലാഷ് സ്റ്റാർ ഇട്ട് എഴുതിയിട്ട് ലാസ്റ്റ് ക്ലോസ് ചെയ്യുമ്പോൾ സ്ലാഷ് ഇട്ടാൽ മതി. ഈ ഡോക്യുമെൻറ്റേഷൻ സെക്ഷൻ എക്സിക്യൂട്ട് ആകുമ്പോൾ ഈ ഡോക്യുമെൻറ്റേഷൻ സെക്ഷൻ എക്സിക്യൂട്ട് ആവത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ സ്ലാഷ് ഇട്ട് എഴുതുന്നത്, അല്ലെങ്കിൽ സ്ലാഷ് ഇട്ട് എഴുതുന്നത്. പിന്നെ സെക്കൻഡ് വൺ ആണ് ലിങ്ക് സെക്ഷനിൽ നമ്മൾ ഹാഷ് ഇൻക്ലൂഡ് stdio.h, പിന്നെ ഹാഷ് ഇൻക്ലൂഡ് iostream.h, ഇതുപോലെ നമുക്ക് പ്രോഗ്രാമിന് ആവശ്യമുള്ള ഹെഡർ ഫയൽസൊക്കെ ലിങ്ക് ചെയ്ത് കൊടുക്കുന്നതാണ് ലിങ്ക് സെക്ഷൻ. പിന്നെ തേർഡ് ഉള്ളതാണ് ഡെഫിനിഷൻ സെക്ഷനിൽ നമ്മൾ കോൺസ്റ്റൻസ് എല്ലാം ഡിഫൈൻ ചെയ്ത് കൊടുക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പൈയുടെ വാല്യൂ 3.14 ആണെന്ന് നമുക്കറിയാം, പക്ഷേ അത് കമ്പ്യൂട്ടറിന് അറിയത്തില്ല. അപ്പോൾ ഹാഷ് ഡിഫൈൻ പൈ ഈസ് ഈക്വൽ ടു 3.14 എന്ന് കൊടുത്താൽ പിന്നെ നമ്മൾ പ്രോഗ്രാമിൽ എപ്പോൾ പൈ യൂസ് ചെയ്താലും അതിന് വാല്യൂ 3.14 എടുത്തോളും. അതുപോലെ നമുക്ക് ആവശ്യമുള്ള കോൺസ്റ്റൻസ് ഒക്കെ ഇവിടെ ഡിക്ലെയർ ചെയ്ത് വയ്ക്കാൻ പറ്റും. നെക്സ്റ്റ് ആണ് ഗ്ലോബൽ ഡിക്ലറേഷനിൽ ഗ്ലോബൽ ആയിട്ടുള്ള വേരിയബിൾസ് എല്ലാം ഇവിടെ ഡിക്ലെയർ ചെയ്യാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് ഉള്ളത് മെയിൻ ഫംഗ്ഷൻ, അതായത് നമ്മൾ വോയിഡ് മെയിൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യത്തില്ല, അത് നമ്മളുടെ പ്രോഗ്രാമിൻ്റെ മെയിൻ ഫംഗ്ഷനാണ് നെക്സ്റ്റ് വരേണ്ടത്. അത് കഴിഞ്ഞിട്ട് സബ് പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. അപ്പോൾ സി പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ ഇതാണ്: ഡോക്യുമെൻറ്റേഷൻ, ലിങ്ക്, ഡെഫിനിഷൻ, ഗ്ലോബൽ ഡിക്ലറേഷൻസ്, മെയിൻ ഫംഗ്ഷൻ ആൻഡ് സബ് പ്രോഗ്രാംസ്. നെക്സ്റ്റ് ആണ് ടൈപ്പ് കൺവേർഷൻസ് ഇൻ സി. ചില പ്രോഗ്രാമിൽ നമ്മൾ ഒരു ഡേറ്റ ടൈപ്പിൽ നിന്ന് വേറെ ഡേറ്റ ടൈപ്പ് ചേഞ്ച് ചെയ്യേണ്ടി വരും. അതാണ് ടൈപ്പ് കൺവേർഷൻസ്. രണ്ട് ടൈപ്പ് ഉണ്ട്: ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻസ് ആൻഡ് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻസ്. ഇതിൽ ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ അത് ഓട്ടോമാറ്റിക്കലി കമ്പൈലർ ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇപ്പോൾ ഇൻറ്റ് എ ഈസ് ഈക്വൽ ടു 10 കൊടുത്തിട്ടുണ്ട്, ഡബിൾ ബി ഈസ് ഈക്വൽ ടു 50.5 കൊടുത്തിട്ടുണ്ട്, ആൻഡ് ഡബിൾ സം, ഇത് മൂന്നും ഞാൻ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്.
ചെയ്യേണ്ടത്. സം ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി. ഇതിൽ എ ഇൻറ്റീജറാണ്, ബി ഡബിളാണ്. അപ്പോൾ ഇത് എനെ നമ്മൾ ഡബിളായിട്ട് മാറ്റണം. ഇത് ഓട്ടോമാറ്റിക്കലി കമ്പൈലർ തന്നെ ചെയ്തോളാം. അതാണ് ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻസ്. പിന്നെ ഉള്ളത് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻസ് ആണ്. ഇത് യൂസേഴ്സ് കൺവേർട്ട് ചെയ്യുന്നതാണ്. വിത്തൗട്ട് ദ യൂസ് ഓഫ് കമ്പൈലർ, വെൻ വൺ ഡേറ്റ ടൈപ്പ് ഇസ് ചേഞ്ച് ടു അനദർ ഡേറ്റ ടൈപ്പ്, യൂസർ എക്സ്പ്ലിസിറ്റ്ലി ഡിഫൈൻസ് വിത്തിൻ ദ പ്രോഗ്രാം ദ ഡേറ്റ ടൈപ്പ് ഓഫ് ദ ഓപ്പറൻസ് ഇൻ ദ എക്സ്പ്രഷൻ. ഫോർ എക്സാമ്പിൾ, ഞാൻ ഡബിൾ എ ഈസ് ഈക്വൽ ടു 4.5 കൊടുത്തിട്ടുണ്ട് ആൻഡ് ബി ഈസ് ഈക്വൽ ടു 3.5 കൊടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്കിത് ഇൻഡായിട്ട് മാറ്റണം. അപ്പോൾ ഇൻഡ് സം ഇസ് ഈക്വൽ ടു ഇൻഡ് ഓഫ് എ പ്ലസ് ഇൻഡ് ഓഫ് ബി എന്ന് എടുക്കാം. ഇതാണ് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ. ഇൻഡ് സം ഇസ് ഈക്വൽ ടു ഇൻഡ് ഓഫ് എ പ്ലസ് ഇൻഡ് ഓഫ് ബി. നെക്സ്റ്റ് വൺ ആണ് ഡിസിഷൻ മേക്കിംഗ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. സി പ്രോഗ്രാമിൽ സീക്വൻഷ്യലായിട്ടാണ് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത്, സ്റ്റേറ്റ്മെൻറ്റ് ബൈ സ്റ്റേറ്റ്മെൻറ്റ്. നമുക്കിപ്പോൾ ചിലപ്പോൾ സീക്വൻഷ്യലായിട്ടായിരിക്കും എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ചിലപ്പോൾ സെലക്റ്റീവ് പാർട്സ് മാത്രമായിരിക്കും നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു സം പാർട്സ് മാത്രം റിപ്പീറ്റഡ് ആയിട്ട് ഇറ്ററേറ്റീവ്ലി നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് 3 ടൈപ്സ് ഓഫ് എക്സിക്യൂഷനും സി ലാംഗ്വേജിൽ പോസിബിൾ ആണ്. ഇതിൽ സീക്വൻസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്റ്റേറ്റ്മെൻറ്റ് ബൈ സ്റ്റേറ്റ്മെൻറ്റ്, ലൈൻ ബൈ ലൈൻ അത് എക്സിക്യൂട്ട് ചെയ്യും. സെലക്ഷൻ ബൈ എക്സിക്യൂഷൻ ആണെങ്കിൽ ഒരു കണ്ടീഷൻ കാണും. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സം സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ആവും. ആ കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ വേറെ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ആവും. പിന്നെ ഉള്ളതാണ് ഇറ്ററേറ്റീവിൽ ഒരു കണ്ടീഷൻ കാണും. അത് ട്രൂ ആണെങ്കിൽ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ആകും. പിന്നെ അത് ഇറ്റ് എക്സിക്യൂട്ട്സ് അൺടിൽ ദ കണ്ടീഷൻ ബിക്കം ഫാൾസ്. ആ കണ്ടീഷൻ ഫാൾസ് ആകുന്നത് വരെ ആ സെയിം സെറ്റ് ഓഫ് ഓപ്പറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് പിന്നെയും എക്സിക്യൂട്ട് ആയിക്കൊണ്ടേയിരിക്കും. ഇതാണ് സീക്വൻസ്, പിന്നെ സെലക്റ്റീവ് ആൻഡ് ഇറ്ററേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇത് മൂന്നും ബേസ് ചെയ്തുകൊണ്ട് സി ലാംഗ്വേജിൽ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഇഫ് എൽസ്, നെസ്റ്റഡ് എൽസ് ഇഫ്, സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്, ജമ്പ് ആൻഡ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്, ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്. ഇതെല്ലാം സീക്വൻസ്, സെലക്റ്റീവ് ആൻഡ് ഇറ്ററേറ്റീവ് എക്സിക്യൂഷൻ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ ഫസ്റ്റ് വണ്ണാണ് സിമ്പിൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൽ ഇഫ് ബ്രാക്കറ്റിൽ ഒരു എക്സ്പ്രഷൻ കാണും, പിന്നെ അതിൻ്റെ കീഴിലെ സ്റ്റേറ്റ്മെൻറ്റ് കാണും. ആ എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ആ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം എക്സിക്യൂട്ട് ആവത്തുള്ളൂ, അല്ലെങ്കിൽ അത് ആ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും എക്സിക്യൂട്ട് ആവത്തില്ല. ഫോർ എക്സാമ്പിൾ, ഇഫ് മാർക്സ് ഗ്രേറ്റർ ദാൻ 9, പ്രിൻ്റ് ഓഫ് പാസ്. മാർക്ക് ഗ്രേറ്റർ ദാൻ 9 ആണെങ്കിൽ പാസ് എന്ന് പ്രിൻ്റ് ആവും. അത് ലെസ് ദാൻ 9 ആണെങ്കിൽ ഒന്നും പ്രിൻ്റ് ആവത്തില്ല, ഒന്നും അവിടെ എക്സിക്യൂട്ട് ആവത്തില്ല. ഇതാണ് സിമ്പിൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. നെക്സ്റ്റ് വൺ ആണ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്. സിമ്പിൾ ഇഫിൽ ഒരു ഇഫ് കാണും, പിന്നെ അതിനകത്ത് എക്സ്പ്രഷൻ കാണും. എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ ഇഫിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ആവും, അല്ലെങ്കിൽ അകത്ത് പോകത്തില്ല. ഇതിൽ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് കാണും, എൽസ് സ്റ്റേറ്റ്മെൻറ്റ് കാണും. ഇപ്പോൾ ഇഫിൻ്റെ അകത്ത് ഒരു എക്സ്പ്രഷൻ കാണും. ആ എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ ഇഫിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവും. അത് ഫാൾസ് ആണെങ്കിൽ എൽസിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവും. ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സിൻടാക്സ് ആണ് ഇഫ് ബ്രാക്കറ്റ് എക്സ്പ്രഷൻ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് താഴെ സ്റ്റേറ്റ്മെൻറ്റ് 1 സെമിക്കോളൻ കാണും, അതിൻ്റെ താഴെ എൽസ്, അതിൻ്റെ താഴെ സ്റ്റേറ്റ്മെൻറ്റ് 2 സെമിക്കോളൻ കാണും. ഇഫിലുള്ള എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 1 എക്സിക്യൂട്ട് ആവും, ഫാൾസ് ആണെങ്കിൽ എൽസിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവും. നെക്സ്റ്റ് വണ്ണാണ് നെസ്റ്റഡ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻസൈഡ് അനദർ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. നെക്സ്റ്റ് ഉള്ളതാണ് നെസ്റ്റഡ് എൽസ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതിന് മുന്നേയൊക്കെ നമ്മൾ ഒരു എക്സ്പ്രഷൻ അല്ലേ ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് ചെക്ക് ചെയ്ത്. ഇനി ഇതിൽ കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ്, കുറേ എക്സ്പ്രഷൻസ് കാണും. അതിന് വേണ്ടിയിട്ടാണ് ഈ നെസ്റ്റഡ് എൽസ് ഇഫ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇഫ്, ഇതിൻ്റെ സിൻടാക്സ് ആണ് ഇഫ് എക്സ്പ്രഷൻ, അത് ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 1 എക്സിക്യൂട്ട് ആവും. എൽസ് ഇഫ്, അല്ലെങ്കിൽ അടുത്ത ഒരു എക്സ്പ്രഷൻ കാണും, അത് ട്രൂ ആണെങ്കിൽ അതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവും. അതും അല്ലെങ്കിൽ എൽസ് ഇഫ് അടുത്ത എക്സ്പ്രഷൻ എക്സിക്യൂട്ട് ആവും. അങ്ങനെ ഇത് പോയിക്കൊണ്ടേയിരിക്കും, ലാസ്റ്റ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് കാണും. നെക്സ്റ്റ് വണ്ണാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ മൾട്ടിപ്പിൾ ഡിസിഷൻസ് ഉള്ള പ്ലേസിലല്ലേ എൽസ് ഇഫ്, നെസ്റ്റഡ് എൽസ് ഇഫ് അതൊക്കെ യൂസ് ചെയ്യുന്നത്. അതുപോലെ അനദർ ഒരു മെത്തേഡാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. ഇതിലും നമ്മൾ മൾട്ടിപ്പിൾ ഡിസിഷൻസ് ഉള്ള ഒരു സിറ്റുവേഷനിൽ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യാം. ഇതിൽ ആദ്യം നമ്മൾ ഒരു എക്സ്പ്രഷൻ പാസ് ചെയ്യും. ആ എക്സ്പ്രഷൻ്റെ വാല്യൂ ഓരോ കേസിലും ചെക്ക് ചെയ്യും. എവിടെയാണോ ഒരു മാച്ച് കിട്ടുന്നത് അവിടെ വെച്ച് ആ സ്റ്റേറ്റ്മെൻറ്റ് അത് ബ്രേക്ക് ആവും. ബ്രേക്കായിട്ട് ആ സ്വിച്ച് എക്സ്പ്രഷൻ്റെ പുറത്ത് വരും. അപ്പോൾ ഇതിൻ്റെ സിൻടാക്സ് ഇതുമാണ്. സ്വിച്ച് ബ്രാക്കറ്റിനകത്ത് എക്സ്പ്രഷൻ, പിന്നെ കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് കേസ്
കേസ് 1 സ്റ്റേറ്റ്മെൻറ്റ് 1, കേസ് 2 സ്റ്റേറ്റ്മെൻറ്റ് 2 സെമിക്കോളൻ. ഓരോ കേസ് കഴിയുമ്പോഴും ബ്രേക്ക് ഉണ്ട്. അപ്പോൾ എക്സ്പ്രഷൻ ഏതിലാണോ മാച്ച് വരുന്നത് അവിടെ വെച്ച് ആ ബ്രേക്ക് അടിച്ച് ഔട്ട് ഓഫ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട് വരും, സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് പുറത്ത് വരും. അങ്ങനെയാണ് ഈ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ആവുന്നത്. പിന്നെ ലാസ്റ്റ് കേസ് 1, കേസ് 2, കേസ് 3 അങ്ങനെ പോയിട്ട് ലാസ്റ്റ് കേസ് എൻ സ്റ്റേറ്റ്മെൻറ്റ് എൻ. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഡീഫോൾട്ട് കൊടുത്തിട്ട് സ്റ്റേറ്റ്മെൻറ്റ് എക്സ് കൊടുത്ത് ബ്രേക്ക് ചെയ്യാം. ഇതാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൽ നമ്മൾ മൾട്ടിപ്പിൾ ഡിസിഷൻസ് ഉള്ള സ്ഥലത്താണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതിൽ എക്സ്പ്രഷൻ്റെ വാല്യൂ ഓരോ കേസിലും ചെക്ക് ചെയ്യും. എവിടെയാണോ മാച്ച് കിട്ടുന്നത് അവിടെ വെച്ച് ബ്രേക്ക് അടിച്ചിട്ട് പുറത്ത് വരും. ദെൻ നെക്സ്റ്റ് വൺ ആണ് ലൂപ്പിംഗ്. ലൂപ്പിങ്ങിൽ 3 ടൈപ്സ് ഉണ്ട് സി പ്രോഗ്രാമിൽ. ഫസ്റ്റ് വൺ ആണ് ഫോർ ലൂപ്പ്, സെക്കൻഡ് വൺ വൈൽ ലൂപ്പ് ആൻഡ് തേർഡ് വൺ ഡു വൈൽ ലൂപ്പ്. ഇറ്ററേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ ലൂപ്സ് ഓർ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ബിക്കോസ് ടിപ്പിക്കലി ഈ ലൂപ്പിംഗ് ഇറ്ററേറ്റ് ആണ് ചെയ്യുന്നത്, നമ്പർ ഓഫ് ടൈംസ് ഇത് ഇറ്ററേറ്റ് ചെയ്യും. ഫസ്റ്റ് വൺ ആണ് ഫോർ ലൂപ്പ്. ഫോർ ലൂപ്പാണ് സിയിലുള്ള സിംപ്ലസ്റ്റ് ലൂപ്പ് എന്ന് പറയുന്നത്. സിംപ്ലസ്റ്റ് ലൂപ്പ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഫോർ ലൂപ്പ്. ആൻഡ് ഇതിൻ്റെ സ്ട്രക്ചർ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ ഉള്ളത് ബോഡി ഓഫ് ദ ലൂപ്പാണ്. ഈ ഫോർ ലൂപ്പിനെ നമ്മൾ എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്നും പറയും. സോ ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ് ഇതാണ്. ഫോർ ബ്രാക്കറ്റിൻ്റെ അകത്ത് ഇനീഷ്യൽ എക്സ്പ്രഷൻ സെമിക്കോളൻ, കണ്ടീഷൻ എക്സ്പ്രഷൻ സെമിക്കോളൻ, അപ്ഡേറ്റ് എക്സ്പ്രഷൻ ആൻഡ് അത് ക്ലോസ് ചെയ്യണം ബ്രാക്കറ്റ്. ഇത് ഇനീഷ്യൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഐ ഓർ കെ ഓർ എൻ എന്തെങ്കിലും ഒരു വാല്യൂ 0 തൊട്ടാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഏത് നമ്പർ തൊട്ട് ഏതുവരെയാണോ പോകേണ്ടതെന്നുള്ള സ്റ്റാർട്ടിങ് ഇനീഷ്യൽ വാല്യൂ ആണ് അവിടെ കൊടുക്കേണ്ടത്. സെമിക്കോളൻ കണ്ടീഷൻ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എത്ര ടൈംസ് ഇത് ലൂപ്പ് ആവണോ, ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നവരെയാണ് ഈ ലൂപ്പിംഗ് കണ്ടിന്യൂ ആകണമെന്നുള്ള കണ്ടീഷൻ കൊടുക്കണം. സെമിക്കോളൻ ലാസ്റ്റ് ഇൻക്രിമെൻറ്റ് ഓർ ഡിക്രിമെൻറ്റ് അത് കൊടുക്കണം. അപ്പോൾ ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ് ഇതാണ്. ഫോർ ഇനീഷ്യൽ എക്സ്പ്രഷൻ സെമിക്കോളൻ കണ്ടീഷൻ സെമിക്കോളൻ ഇൻക്രിമെൻറ്റ് ഓർ ഡിക്രിമെൻറ്റ്. ആൻഡ് ഇതിനെ എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറയാനുള്ള കാരണം ഇതാണ്. ആദ്യം ഇത് കണ്ടീഷൻസ് ആണ് ചെക്ക് ചെയ്യുന്നത്. കണ്ടീഷൻസ് ചെക്ക് ചെയ്തിട്ട് ട്രൂ ആണെങ്കിൽ മാത്രമേ ലൂപ്പിൻ്റെ അകത്ത് പോകത്തുള്ളൂ. അതുകൊണ്ടാണ് ഇത് എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഐ ഈക്വൽ ടു 1, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10, i++ അങ്ങനെയുണ്ട്. അപ്പോൾ i1 തൊട്ട് i10 ആകുന്നവരെ ഈ ലൂപ്പ് കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓരോ ടൈം നമ്മൾ ഈ ലൂപ്പിനകത്ത് എൻ്റർ ചെയ്യുമ്പോഴും ഐൻ്റെ വാല്യൂ ഇൻക്രീസ് ആയിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ i11 ആയെന്ന് വെച്ചു, i ഈക്വൽ ടു 10 ഒരു വാല്യൂ വന്നു, i ഈക്വൽ ടു 10 വരുമ്പോൾ ഇതെല്ലാം എക്സിക്യൂട്ട് ആവും. പിന്നെ i ഈക്വൽ ടു 11 വരുമ്പോൾ ചെക്ക് ചെയ്യും, 11 ഇസ് ഗ്രേറ്റർ ദൻ 10. സോ അത് കണ്ടീഷൻ ഫാൾസ് ആണ്. അപ്പോൾ ഈ ലൂപ്പിൻ്റെ ഔട്ട് വരും, ലൂപ്പിൻ്റെ പുറത്ത് വരും. സോ ഇങ്ങനെയാണ് ഫോർ ലൂപ്പിൻ്റെ വർക്കിംഗ്. ഇവിടെ ഫോർ ലൂപ്പിൻ്റെ ഒരു ഡയഗ്രാം ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിഷ്യൽ എക്സ്പ്രഷൻ കാണും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു കണ്ടീഷൻ എക്സ്പ്രഷൻ കാണും. കണ്ടീഷൻ എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ ലൂപ്പിൻ്റെ ബോഡിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ എക്സിക്യൂട്ട് ആവും. പിന്നെ ഇൻക്രിമെൻറ്റ് ഓർ ഡിക്രിമെൻറ്റ് നടക്കും. പിന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ പിന്നെയും ഈ ലൂപ്പ് കണ്ടിന്യൂ ആയിക്കൊണ്ടേയിരിക്കും അൺടിൽ ദ കണ്ടീഷൻ ബിക്കംസ് ഫാൾസ് ആണെങ്കിൽ ആ ലൂപ്പ് എക്സിറ്റ് അടിക്കും. നെക്സ്റ്റ് ഉള്ളതാണ് വൈൽ ലൂപ്പ്. ഇത് സെക്കൻഡ് ടൈപ്പ് ഓഫ് ലൂപ്പാണ്. ആൻഡ് ഇതും എൻട്രി കൺട്രോൾഡ് ലൂപ്പാണ്. ആദ്യം ലൂപ്പിൻ്റെ അകത്ത് പോകുമ്പോൾ തന്നെ ആദ്യം കണ്ടീഷൻസ് ആണ് ചെക്ക് ചെയ്യുന്നത്. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം ലൂപ്പിൻ്റെ അകത്ത് പോകും, അല്ലെങ്കിൽ എക്സിറ്റ് അടിച്ച് വരും. ഇതിൻ്റെ സിൻടാക്സ് ആണ്, ഫസ്റ്റ് ഇനീഷ്യലി ഒരു എക്സ്പ്രഷൻ കാണും, പിന്നെ വൈൽ ബ്രാക്കറ്റിനകത്ത് കണ്ടീഷണൽ എക്സ്പ്രഷൻ, പിന്നെ അത് ക്ലോസ് ചെയ്തിട്ട് കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ബോഡിയുടെ ലൂപ്പ്, പിന്നെ ഇൻക്രിമെൻറ്റ് ഓർ ഡിക്രിമെൻറ്റ് കൊടുത്ത് ഇത് ചെയ്യണം. ഇതാണ് വൈൽ ലൂപ്പിൻ്റെ ഒരു സിൻടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ i ഈക്വൽ ടു 1 എന്ന് കൊടുത്തു. ഇനീഷ്യൽ എക്സ്പ്രഷനിൽ i ഈക്വൽ ടു 1, ദെൻ വൈൽ ബ്രാക്കറ്റിനകത്ത് i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10, പ്രിൻറ്റ് ഹലോ വേൾഡ് i++. അപ്പോൾ ഇത് i1 to i10 വരെ നമുക്ക് ഹലോ വേൾഡ് എന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻ്റ് ആയിക്കൊണ്ടിരിക്കും. 10 ടൈംസ് പ്രിൻ്റ് ആവും. എപ്പോൾ ഈ ഗ്രേറ്റർ ദാൻ 10 ആവുന്നോ അപ്പോൾ ഈ ലൂപ്പ് എക്സിറ്റ് അടിച്ച് വരും. വൈലിൻ്റെ ഫ്ലോ ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യം ഒരു കണ്ടീഷണൽ എക്സ്പ്രഷൻ കാണും. കണ്ടീഷണൽ എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ആവും അൺടിൽ ദ കണ്ടീഷൻ ബിക്കംസ് ഫാൾസ്. എപ്പോൾ ഈ കണ്ടീഷൻ ഫാൾസ് ആകുന്നോ അതുവരെ ഈ ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ആയിക്കൊണ്ടേയിരിക്കും. ആൻഡ് ഫാൾസ് ആകുമ്പോൾ എക്സിറ്റ് ഫ്രം ലൂപ്പ്.
നെക്സ്റ്റ് വൺ ഡു വൈൽ ലൂപ്പ്. ഇത് സി പ്രോഗ്രാമിലുള്ള തേർഡ് ടൈപ്പ് ഓഫ് ലൂപ്പാണ്. ഇതിനെ എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറയും. ആൻഡ് ഈ ലൂപ്പിൽ കണ്ടീഷന് ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറയുന്നത്. ആദ്യം തന്നെ ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ആവും, അത് കഴിഞ്ഞിട്ടാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. ആൻഡ് ഇഫ് ദ കണ്ടീഷൻ ഇസ് ട്രൂ എഗെയിൻ ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ആവും, ഫാൾസ് ആണെങ്കിൽ എക്സിക്യൂട്ട് ആവത്തില്ല. ഇതിൻ്റെ സിൻടാക്സ് ആണ്. ഫസ്റ്റ് ഒരു ഇനീഷ്യൽ എക്സ്പ്രഷൻ കാണും. ഇനീഷ്യൽ എക്സ്പ്രഷൻ സെമിക്കോളൻ ഡു കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ലൂപ്പിൻ്റെ ബോഡി കൊടുക്കണം. പിന്നെ അപ്ഡേറ്റിംഗ് എക്സ്പ്രഷൻ ഇൻക്രിമെൻറ്റ് ഓർ ഡിക്രിമെൻറ്റ് ഓപ്പറേഷൻ അത് കൊടുത്ത് സെമിക്കോളൻ കൊടുത്തിട്ട് കേർലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്തിട്ട് വൈൽ അത് കഴിഞ്ഞിട്ടാണ് കണ്ടീഷൻ കൊടുക്കുന്നത്. വൈൽ കണ്ടീഷൻ കൊടുക്കണം. അപ്പോൾ ഇതാണ് ഡു വൈൽ ലൂപ്പ്. ഇത് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പാണ്. വേറെ വൈൽ ആൻഡ് ഡു ലൂപ്പ് ഇസ് എൻട്രി കൺട്രോൾ ലൂപ്പ്, ഡു വൈൽ ഇസ് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ്. ആൻഡ് ഇതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം ബോഡി ലൂപ്പിലുള്ള ബോഡി എക്സിക്യൂട്ട് ആവും, പിന്നെയാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എഗെയിൻ ദ ബോഡി എക്സിക്യൂട്ട് ആവും, അല്ലെങ്കിൽ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. നെക്സ്റ്റ് വൺ ആണ് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൻ്റെ സിൻടാക്സ് ആണ് ഗോ ടു ലേബിൾ സെമിക്കോളൻ. പിന്നെ ലേബിൾ എന്ന് പറയുന്നത് ഒരു നെയിമാണ്. ആ ലേബിളിൽ നമ്മൾ എന്ത് നെയിം വേണമെങ്കിലും കൊടുക്കാം. ലേബിൾ കോളൻ ഇട്ടിട്ടാണ് അതിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ എഴുതുന്നത്. അപ്പോൾ ഈ ലേബിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ ബിഫോർ ഗോ ടു ലേബിൾ അത് ബിഫോർ എഴുതാം, ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്സിന് ആഫ്റ്റർ എഴുതാൻ പറ്റും. അപ്പോൾ ഈ ഗോ ടു ലേബിൾ കൊടുക്കുന്ന സമയത്ത് ഈ ലേബിൾ എവിടെയാണോ ഉള്ളത് ഡയറക്റ്റ്ലി എക്സിക്യൂഷൻ പോയിൻ്റർ ഡയറക്റ്റ്ലി ലേബിൾ സ്റ്റേറ്റ്മെൻറ്റ്സിലോട്ട് പോവും. പിന്നെ അവിടെയുള്ള ഇതാണ് എക്സിക്യൂട്ട് ആവുന്നത്. സി പ്രോഗ്രാമിൽ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ് എന്നും പറയും. ഒരു പോയിൻ്റിൽ നിന്ന് നമ്മൾ ഗോ ടു പിന്നെ ലേബിൾ നെയിം കൊടുത്താൽ അത് ഡയറക്റ്റ്ലി ആ ലേബിൾ എവിടെയാണോ ഉള്ളത് ആ പ്ലേസിലേക്ക് പോകും. നെക്സ്റ്റ് ടോപ്പിക്കാണ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ്. ഈ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസിൻ്റെ നീഡ് എന്താണ്? ഇതിന് രണ്ട് റീസൺസ് ഉണ്ട്. ഒന്ന്, നമ്മൾ ഫങ്ഷൻസിനെ റീറൈറ്റ് ചെയ്യും, സെയിം കോഡിനെ റീറൈറ്റ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു പ്രോഗ്രാം ഏരിയ ഓഫ് ട്രയാങ്കിൾ കണ്ടുപിടിക്കേണ്ട ഒരു പ്രോഗ്രാമാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ കണ്ടുപിടിച്ചു, പിന്നെ അത് കഴിഞ്ഞിട്ട് ഏരിയ ഓഫ് സർക്കിൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ലാസ്റ്റ് നമുക്ക് വീണ്ടും ഏരിയ ഓഫ് ട്രയാങ്കിൾ കണ്ടുപിടിക്കണമെങ്കിൽ സെയിം കോഡ് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് എഴുതണ്ടേ. അത് ഇതിൽ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ യൂസ് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ കണ്ടുപിടിക്കേണ്ട സ്ഥലത്ത് എല്ലാം ഈ ഫംഗ്ഷനെ കോൾ ചെയ്താൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഫംഗ്ഷനിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം എക്സിക്യൂട്ട് ആയിക്കോളും. അപ്പോൾ പ്രോഗ്രാമിനെ നമ്മൾ റീറൈറ്റ് ചെയ്യുന്നത് സെയിം കോഡിനെ തന്നെ എഗെയിൻ ആൻഡ് എഗെയിൻ എഴുതേണ്ട ആവശ്യം കുറയും. അതാണ് ഫസ്റ്റ് റീസൺ. സെക്കൻഡ് റീസൺ, നമ്മൾ ഈ ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് പ്രോഗ്രാംസ് എഴുതുന്നതും ഈസിയാണ്. പിന്നെ ഓരോ കോഡിൽ ഉള്ള എറേഴ്സൊക്കെ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് ഈസിലി വി ക്യാൻ കീപ് ട്രാക്ക് ഓഫ് വാട്ട് ദേ ആർ ഡൂയിങ്. സി പ്രോഗ്രാമിങ്ങിലുള്ള യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസിനെ എല്ലാം ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്സ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യുന്ന പോലെ വേരിയബിൾസിനെ യൂസ് ചെയ്യുന്ന പോലെയും തന്നെ ഈ ഫങ്ഷൻസിനെയും യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിന് കുറച്ച് റൂൾസ് ഉണ്ട്. ഇതിന് ഫങ്ഷൻസിനും വേരിയബിൾസിനും സി പ്രോഗ്രാമിലുള്ള ഫങ്ഷൻസിന് വേരിയബിൾസിന് കുറേ സിമിലാരിറ്റീസ് ഉണ്ട്. രണ്ട് ഫങ്ഷൻ ആൻഡ് വേരിയബിൾസ് നെയിം രണ്ടും ഐഡൻറ്റിഫയർ ആയിട്ടാണ് കൺസിഡർ ചെയ്തേക്കുന്നത്. സോ ഫങ്ഷനിൽ നമ്മളൊരു നെയിം കൊടുക്കുമ്പോൾ അതിൽ ഐഡൻറ്റിഫയേഴ്സിലുള്ള റൂൾസ് എല്ലാം തന്നെ ഫോളോ ചെയ്യണം. പിന്നെ നമ്മൾ വേരിയബിൾസിനെയൊക്കെ ഡിക്ലെയർ ചെയ്യത്തില്ല, അതുപോലെ തന്നെ ഫങ്ഷൻസിനെയും സ്റ്റാർട്ടിങ് തന്നെ ഡിക്ലെയർ ചെയ്യണം. ബിഫോർ ഡിഫൈനിങ് ഇറ്റ് വി ഹാവ് ടു ഡിക്ലെയർ ഇറ്റ്. ആദ്യം തന്നെ ഡിക്ലെയർ ചെയ്യണം, എന്നിട്ടാണ് ഫങ്ഷൻസിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഫങ്ഷൻസ് ആൻഡ് വേരിയബിൾസിനുള്ള സിമിലാരിറ്റീസ്. യൂസർ ഡിഫൈൻഡ് ഫങ്ഷനിൽ 3 ഫങ്ഷൻസ് ആണ്. ഇത് റിലേറ്റ് ചെയ്തിട്ട് 3 ഫങ്ഷൻസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഫങ്ഷൻ ഡെഫിനിഷൻ, സെക്കൻഡ് വൺ ഫങ്ഷൻ കോൾ, ആൻഡ് തേർഡ് വൺ ഫങ്ഷൻ ഡിക്ലറേഷൻ. ഫങ്ഷൻ ഡെഫിനിഷനിലാണ് നമ്മൾ ഫങ്ഷനിലുള്ള മോഡ്യൂൾസ് എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതും ഡിഫൈൻ ചെയ്യുന്നതും. പിന്നെയുള്ളതാണ് ഫങ്ഷൻ കോൾ വെച്ചിട്ടാണ് നമ്മൾ ആ ഫങ്ഷനെ ഇൻവോക്ക് ചെയ്തെടുക്കുന്നത്. ആൻഡ് ദി പ്രോഗ്രാം ദറ്റ് കോൾസ് ദ ഫങ്ഷൻ ഇസ് റെഫർഡ് ടുവേർഡ്സ് കോളിംഗ് പ്രോഗ്രാം ഓർ കോളിംഗ് ഫങ്ഷൻ. ഫങ്ഷൻ കോളിന് നമ്മൾ കോളിംഗ് ഫങ്ഷൻ ഓർ കോളിംഗ് പ്രോഗ്രാം എന്നും പറയും. പിന്നെയുള്ളതാണ് ഫങ്ഷൻ ഡിക്ലറേഷൻ. ഈ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസിന് സിൻടാക്സ് ഉണ്ട്. ഫസ്റ്റ് റിട്ടേൺ ഡേറ്റ ടൈപ്പ്,
അടുത്ത ഫംഗ്ഷൻ നെയിം, പിന്നെ ബ്രാക്കറ്റിനകത്ത് നമ്മൾ ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യുന്നെങ്കിൽ അതും കൊടുക്കാം. പിന്നെ കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഡേറ്റ ടൈപ്പിൻ്റെ ഡിക്ലറേഷൻസ് ആർഗ്യുമെൻറ്റ്സ് ഒക്കെ ഡിക്ലെയർ ചെയ്യാം. പിന്നെ എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കാം. പിന്നെ റിട്ടേൺ അതിനകത്തുള്ള എക്സ്പ്രഷൻ. ഇതാണ് ഫംഗ്ഷൻ്റെ സിൻടാക്സ്. റിട്ടേൺ ഡേറ്റ ടൈപ്പ്, പിന്നെ ഫംഗ്ഷൻ നെയിം, ലിസ്റ്റ് ഓഫ് ആർഗ്യുമെൻറ്റ്സ്, പിന്നെ അത് ഓപ്പൺ ചെയ്തിട്ട് ഡേറ്റ ടൈപ്പ് ഡിക്ലറേഷൻ, എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ കൊടുക്കാം. പിന്നെ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. ഇതാണ് സിൻടാക്സ് ഓഫ് എ ഫംഗ്ഷൻ. ഇതിൽ റിട്ടേൺ ഡേറ്റ ടൈപ്പില്ലേ, അതും നമ്മൾ റിട്ടേൺ ചെയ്യുന്ന വേരിയബിളിൻ്റെ ഡേറ്റ ടൈപ്പും സെയിം ആയിരിക്കണം. നമ്മൾ ഫംഗ്ഷൻ നെയിം കൊടുക്കുന്നത് വേരിയബിൾസിനെ നെയിം ചെയ്യൂലേ, അതേപോലെയാണ് ഫങ്ഷൻസിനെയും നെയിം ചെയ്യുന്നത്. ആൻഡ് ഇത് ഐഡൻറ്റിഫയേഴ്സിലുള്ള റൂൾസ് എല്ലാം ഫോളോ ചെയ്തിരിക്കണം. നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ അതിൽ വാല്യൂസ് പാസ് ചെയ്യത്തില്ലേ, ആ പാസ് ചെയ്യുന്ന വാല്യൂസാണ് ഇതിൽ ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് എടുക്കുന്നത്. പിന്നെ ബോഡി ഓഫ് ദ ഫങ്ഷൻസ് കണ്ടെയ്ൻസ് എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. ബോഡി ഓഫ് ദ ഫംഗ്ഷനിൽ എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് വേണം. പിന്നെ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് റിട്ടേൺസ് എ സിംഗിൾ വാല്യൂ ടു ദ കോളിംഗ് ഫങ്ഷൻസ്. നെക്സ്റ്റ് വൺ ആണ് റിട്ടേൺ വാല്യൂ ആൻഡ് ദെയർ ടൈപ്സ്. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ വാല്യൂ റിട്ടേൺ ചെയ്യണമെങ്കിൽ അതിൽ നമ്മൾ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തിരിക്കണം. നമ്മൾ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസിൽ 2 ടൈപ്പിൽ ചെയ്യാം. ഒന്ന് വാല്യൂസ് റിട്ടേൺ ചെയ്യുന്ന പ്രോഗ്രാംസ് എഴുതാം, വാല്യൂസ് റിട്ടേൺ ചെയ്യാത്ത പ്രോഗ്രാംസ് എഴുതാം. വാല്യൂസ് റിട്ടേൺ ചെയ്യാതെ ഇരിക്കുമ്പോൾ കൺട്രോൾ മാത്രമാണ് ആ ഫംഗ്ഷനിലോട്ട് പോകുന്നത്. വാല്യൂസ് റിട്ടേൺ ചെയ്യുമ്പോൾ നമ്മൾ ആ ഫംഗ്ഷനിലുള്ള എല്ലാ കോഡും എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു വാല്യൂ റിട്ടേൺ ആയി കിട്ടും. നമ്മൾ എവിടെയാണോ ഫംഗ്ഷൻ കോൾ ചെയ്ത് അവിടത്തേക്ക് ഒരു വാല്യൂ കിട്ടും. അതാണ് റിട്ടേൺ വാല്യൂ. നമ്മളൊരു ഫംഗ്ഷനിലോട്ട് നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യാൻ പറ്റും, പക്ഷേ റിട്ടേൺ വാല്യൂവിൽ ഒരു വാല്യൂ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. വി ക്യാൻ പാസ് നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് ടു എ ഫംഗ്ഷൻ ബട്ട് ക്യാൻ റിട്ടേൺ ഓൺലി 1 വാല്യൂ അറ്റ് എ ടൈം. ഇപ്പോൾ ഫംഗ്ഷൻ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ലെങ്കിൽ അവിടെ നമ്മൾ വോയിഡ് യൂസ് ചെയ്യാം. ഇപ്പോൾ ഇൻറ്റീജർ വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ അവിടെ ഇൻറ്റ് പിന്നെ ഫംഗ്ഷൻ നെയിം കൊടുത്ത് എഴുതാം. വാല്യൂസ് ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ലെങ്കിൽ വോയിഡ് ഫംഗ്ഷൻ നെയിം കൊടുത്ത് എഴുതാം. പിന്നെ ഉള്ളതാണ് ഓൾ ദ ഫങ്ഷൻസ് റിട്ടേൺ ടൈപ്പ് ഇസ് ഡീഫോൾട്ട് ഇസ് ഇൻറ്റ്. എല്ലാ ഫംഗ്ഷൻ്റെയും റിട്ടേൺ ടൈപ്പ് ഡീഫോൾട്ട്ലി അത് ഇൻറ്റ് ആയിരിക്കും. ദറ്റ് ഈസ് എ ഫംഗ്ഷൻ റിട്ടേൺസ് ആൻ ഇൻറ്റീജർ വാല്യൂ ഇഫ് നോ ടൈപ്പ് സ്പെസിഫയർ ഈസ് യൂസ്ഡ് ഇൻ ദ ഫംഗ്ഷൻ ഡിക്ലറേഷൻ. നമ്മളിപ്പോൾ ഫംഗ്ഷൻ ഡിക്ലറേഷനിൽ ടൈപ്പ് ഒന്നും ഡിക്ലെയർ ചെയ്തിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് ഇൻറ്റായിട്ട് എടുക്കും. റിട്ടേൺ വാല്യൂ ഇല്ലെങ്കിൽ അത് വോയിഡായിട്ട് നമ്മൾ കൊടുക്കും. ഇപ്പോൾ വോയിഡ് കൊടുത്തില്ല, പിന്നെ ഡേറ്റ ടൈപ്പും സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഇൻറ്റായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇൻറ്റാണ് ഡീഫോൾട്ട് ഡേറ്റ ടൈപ്പ്. ഒരു ഫംഗ്ഷനിൽ നമ്പർ ഓഫ് മെനി റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യാം. ദിസ് ഹാപ്പൻസ് വെൻ സം കണ്ടീഷൻ ബേസ്ഡ് റിട്ടേൺസ് ആർ റിക്വയർഡ്. എവിടെയാണോ കണ്ടീഷൻ ബേസ്ഡ് റിട്ടേൺസ് ഒക്കെ ആവശ്യമുള്ളത് അവിടെയൊക്കെ നമ്മൾ ആ പ്രോഗ്രാമിലൊക്കെ നമ്മൾ മെനി റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഫൈനലി നമ്മൾ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആ ഫംഗ്ഷനിലുള്ള കൺട്രോൾ മൊത്തം കോളിംഗ് ഫംഗ്ഷനിലോട്ട് തന്നെ തിരിച്ചു പോകും. നെക്സ്റ്റ് വൺ ആണ് ഫംഗ്ഷൻ കോൾ. ഫംഗ്ഷൻ കോൾ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫംഗ്ഷൻ്റെ നെയിം കൊടുക്കണം. നെയിം കൊടുത്തിട്ട് ബ്രാക്കറ്റിനകത്ത് നമുക്ക് ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യാനുണ്ടെങ്കിൽ ആർഗ്യുമെൻറ്റ്സ് ഒക്കെ കൊടുക്കാം. മോർ ദാൻ 1 ആർഗ്യുമെൻറ്റ് ഉണ്ടെങ്കിൽ അത് കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്യണം. അതിൻ്റെ എല്ലാം ഇട്ടിട്ട് പാരാന്തസിസ് ക്ലോസ് ചെയ്തിട്ട് സെമിക്കോളൻ ഇട്ടാൽ മതി. അപ്പോൾ ഫംഗ്ഷൻ കോൾ ചെയ്തോളും. ഫംഗ്ഷൻ കോളിൻ്റെ സിൻടാക്സ് ഇതാണ്. ഫംഗ്ഷൻ നെയിം, പിന്നെ ബ്രാക്കറ്റിനകത്ത് പാരാന്തസിസിൻ്റെ അകത്ത് ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യാനുണ്ടെങ്കിൽ ആർഗ്യുമെൻറ്റ്സ് കൊടുക്കാം. മോർ ദാൻ 1 ആർഗ്യുമെൻ്റ് ഉണ്ടെങ്കിൽ കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്യണം. ആൻഡ് ഇപ്പോൾ ആർഗ്യുമെൻറ്റ്സ് ഒന്നും പാസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ വെറുതെ പാരാന്തസിസ് മാത്രം ഇട്ട് സെമിക്കോളൻ ഇട്ടാൽ മതി. ആൻഡ് നമ്മൾ ഈ ഫംഗ്ഷൻ കോളിൽ പാസ് ചെയ്യുന്ന ആർഗ്യുമെൻറ്റ്സിൻ്റെ പേരാണ് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ്. ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഡെഫിനിഷനിലുള്ളതാണ്. നമ്മൾ ഫംഗ്ഷൻ കോളിൽ പാസ് ചെയ്യുന്നതാണ് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ്. ഇപ്പോൾ ഫംഗ്ഷൻ ഡിക്ലറേഷൻ്റെ സിൻടാക്സ് ഇതാണ്. റിട്ടേൺ ഡേറ്റ ടൈപ്പ് സ്പേസ് ഫംഗ്ഷൻ നെയിം പാരാന്തസിസ് ഓപ്പൺ ചെയ്തിട്ട് ആർഗ്യുമെൻറ്റ്സ് എല്ലാം കൊടുത്തിട്ട് പാരാന്തസിസ് ക്ലോസ് ചെയ്യണം. പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന ആർഗ്യുമെൻറ്റ്സിൻ്റെ എല്ലാ ഡേറ്റ ടൈപ്സും ഡിഫൈൻ ചെയ്യണം. ഇപ്പോൾ ഡേറ്റ ടൈപ്പ് 1 ആർഗ്യുമെൻറ്റ് 1ൻ്റെ ഡേറ്റ ടൈപ്പ് ഏതാണോ അത് കൊടുത്ത് സെമിക്കോളൻ, പിന്നെ ഡേറ്റ ടൈപ്പ് 2 ആർഗ്യുമെൻറ്റ് 2 അങ്ങനെ എല്ലാം കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം കൊടുത്ത് ലാസ്റ്റ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഇട്ട് ക്ലോസ് ചെയ്താൽ മതി. ഫങ്ഷൻസിനെ ഡിഫറെൻ്റ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ആണ് വിത്ത് നോ ആർഗ്യുമെൻറ്റ്സ് ആൻഡ് വിത്ത് നോ റിട്ടേൺ വാല്യൂ. സെക്കൻഡ് വൺ വിത്ത് നോ ആർഗ്യുമെൻറ്റ്സ് ആൻഡ് വിത്ത് റിട്ടേൺ വാല്യൂ. തേർഡ് വൺ വിത്ത് ആർഗ്യുമെൻറ്റ്സ് ആൻഡ് വിത്ത് നോ റിട്ടേൺ വാല്യൂ. ഫോർത്ത് വൺ വിത്ത് ആർഗ്യുമെൻറ്റ്സ് ആൻഡ് വിത്ത് റിട്ടേൺ വാല്യൂ.
ഇതിൽ ഫസ്റ്റ് വൺ ആണ് നോ ആർഗ്യുമെൻറ്റ് ആൻഡ് നോ റിട്ടേൺ വാല്യൂസ്. ഒരു ഫംഗ്ഷന് ആർഗ്യുമെൻറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ അതിൽ റിട്ടേൺ വാല്യൂസും കാണത്തില്ല. അങ്ങനെയുള്ളതാണ് ഇതിൽ ഫസ്റ്റ് ടൈപ്പിൽ വരുന്നത്, നോ ആർഗ്യുമെൻറ്റ് ആൻഡ് നോ റിട്ടേൺ വാല്യൂസ്. സെക്കൻഡ് വൺ ആർഗ്യുമെൻറ്റ് ബട്ട് നോ റിട്ടേൺ വാല്യൂസ്. ആർഗ്യുമെൻറ്റ്സ് കാണും പക്ഷേ അതിന് റിട്ടേൺ വാല്യൂസ് കാണത്തില്ല. അപ്പോൾ ഇതിൽ വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ് ഇതിൽ നടക്കുന്നത് ബിറ്റ്വീൻ കോളിംഗ് ആൻഡ് ദി കോൾഡ് ഫംഗ്ഷൻ. കോൾഡ് ഫംഗ്ഷനും കോളിങ്ങിനും ഇടയ്ക്ക് വൺ വേ കമ്മ്യൂണിക്കേഷൻ മാത്രമാണ് നടക്കുന്നത്. ബിക്കോസ് ഇതിൽ ആർഗ്യുമെൻ്റ് ഉണ്ട്. കോൾ ചെയ്യുമ്പോൾ നമ്മൾ ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുന്നുണ്ട്, പക്ഷേ റിട്ടേൺ ചെയ്യുമ്പോൾ വാല്യൂസ് ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇവിടെ വൺ വേ കമ്മ്യൂണിക്കേഷനാണ് നടക്കുന്നത്. ആൻഡ് ഇതിൽ ആർഗ്യുമെൻറ്റ്സ് നമ്മൾ രണ്ട് ടൈപ്പാണുള്ളത്, ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് പിന്നെ ഫോർമൽ ആർഗ്യുമെൻറ്റ്സ്. ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് ഫംഗ്ഷൻ കോളിൽ പാസ് ചെയ്യുന്നതാണ് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ്. ഫംഗ്ഷൻ ഡെഫിനിഷനിൽ നമ്മൾ എടുക്കുന്നതാണ് ഫോർമൽ ആർഗ്യുമെൻറ്റ്സ്. പിന്നെ തേർഡ് ടൈപ്പാണ് ആർഗ്യുമെൻറ്റ്സ് വിത്ത് റിട്ടേൺ വാല്യൂസ്. ഇതിൽ ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ് നടക്കുന്നത്. ആർഗ്യുമെൻറ്റ്സും പാസ് ചെയ്യുന്നുണ്ട്, റിട്ടേൺ വാല്യൂസും ഉണ്ട്. റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് റിട്ടേൺ വാല്യൂസും റിട്ടേൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ടു വേ കമ്മ്യൂണിക്കേഷനാണ് നടക്കുന്നത്. നെക്സ്റ്റ് വൺ ആണ് കോൾ ബൈ വാല്യൂ. കോൾ ബൈ വാല്യൂവിൽ നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ വാല്യൂസാണ് പാസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പാസ് ചെയ്യുന്ന വാല്യൂസിൻ്റെ കോപ്പി ആയിരിക്കും ആ ഫംഗ്ഷനിലോട്ട് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒറിജിനൽ വാല്യൂസിൽ ഒരു ചേഞ്ചസും വരത്തില്ല. ബിക്കോസ് നമ്മൾ കോപ്പി ഓഫ് ആക്ച്വൽ വാല്യൂസാണ് പാസ് ചെയ്യുന്നത്. അതാണ് കോൾ ബൈ വാല്യൂ മെത്തേഡ്. കോൾ ബൈ വാല്യൂവിൽ നമ്മൾ ഫംഗ്ഷൻ കോളിങ്ങിൽ വാല്യൂസാണ് പാസ് ചെയ്യുന്നത്. ആൻഡ് ഈ വാല്യൂസിൻ്റെ കോപ്പി ആയിരിക്കും ഫംഗ്ഷനിലോട്ട് എടുക്കുന്നത്. ഫോർമൽ ആർഗ്യുമെൻറ്റ്സിൽ ഈ വാല്യൂസിൻ്റെ കോപ്പി ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഫംഗ്ഷനിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നാലും നമുക്ക് ആക്ച്വൽ പാരാമീറ്റേഴ്സിൽ ചേഞ്ചസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ കോൾ ബൈ റെഫറൻസ് മെത്തേഡിൽ നമ്മൾ ആർഗ്യുമെൻറ്റ്സിന് അഡ്രസ്സാണ് പാസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ അഡ്രസ്സാണ് കോപ്പി ചെയ്തിട്ട് ഫോർമൽ പാരാമീറ്റേഴ്സായിട്ട് എടുക്കുന്നത്. അപ്പോൾ അഡ്രസ്സിൽ നമ്മൾ ചേഞ്ചസ് ചെയ്യുമ്പോൾ ആക്ച്വൽ പാരാമീറ്റേഴ്സിലുള്ള വാല്യൂസും മാറും. അഡ്രസ്സിലുള്ളതാണ് നമ്മൾ ഡയറക്റ്റ്ലി ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് വാല്യൂസ് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഉള്ളതാണ് റിക്കേഴ്സീവ് ഫംഗ്ഷൻ. ഇറ്റ്സ് എ പ്രോസസ് ബൈ വിച്ച് എ ഫംഗ്ഷൻ കോൾസ് ഇറ്റ്സെൽഫ് റിപ്പീറ്റഡ്ലി അൺടിൽ സം സ്പെസിഫൈഡ് കണ്ടീഷൻ ഹാസ് ബീൻ സാറ്റിസ്ഫൈഡ്. നമ്മൾ ഒരു പ്രോബ്ലം റിക്കേഴ്സീവ്ലി സോൾവ് ചെയ്യണമെങ്കിൽ രണ്ട് കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ, പ്രോബ്ലം മസ്റ്റ് ബി റിട്ടൺ ഇൻ റിക്കേഴ്സീവ് ഫോമിലായിരിക്കണം ആ പ്രോബ്ലം എഴുതിയിരിക്കുന്നത്. സെക്കൻഡ് വൺ, ദ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് മസ്റ്റ് ഇൻക്ലൂഡ് എ സ്റ്റോപ്പിംഗ് കണ്ടീഷൻ കൊണ്ട് ഇത് പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് എൻഡ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് വൺ ആണ് ലൈബ്രറി ഫങ്ഷൻസ്. ലൈബ്രറി ഫങ്ഷൻ ഇസ് ആക്സസ്ഡ് ബൈ സിംപ്ലി റൈറ്റിംഗ് ദ ഫങ്ഷൻ നെയിം ഫോളോഡ് ബൈ ലിസ്റ്റ് ഓഫ് ആർഗ്യുമെൻറ്റ്സ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ആയെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ stdio.h ആ ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന്. ആ stdio പോലെ വേറെ കുറേ ലൈബ്രറി ഫങ്ഷൻസ് ഉണ്ട്. അതിൽ കുറച്ച് എക്സാമ്പിൾസ് ആണ് ctype.h, math.h, stdio.h, stdlib.h, string.h. ഇതെല്ലാം ഡിഫറെൻറ്റ് ഹെഡർ ഫയൽസ് ആണ്. ആൻഡ് ഇതെല്ലാത്തിനും ഡിഫറെൻറ്റ് പർപ്പസസ് ഉണ്ട്. നെക്സ്റ്റ് ടോപ്പിക്കാണ് അറേസ്. അറേസ് ആർ എ കളക്ഷൻ ഓഫ് ഡേറ്റാസ്. അറേസ് ഓർ എ കളക്ഷൻ ഓഫ് ഡേറ്റാസ് ഓഫ് സെയിം ഡേറ്റ ടൈപ്പ്. ഒരേ ഡേറ്റ ടൈപ്പിലുള്ള നമ്പർ ഓഫ് ഡേറ്റാസ് അതിൽ കാണും വിത്ത് കോമൺ നെയിം. ആൻഡ് ഇത് നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഓർഡിനറി ഒരു വേരിയബിൾ എടുത്താൽ, ഇപ്പോൾ ഇൻറ്റ് എ എടുത്താൽ എയിൽ ഒരു വേരിയബിൾ മാത്രമേ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇപ്പോൾ ഇൻറ്റ് എ ഓഫ് 5 കൊടുത്താൽ അതൊരു അറേ ആണ്. അതിൽ നമ്മൾ മാക്സിമം സൈസ് ഇപ്പോൾ ഞാൻ 5 ആണ് കൊടുക്കുന്നതെങ്കിൽ 5 വേരിയബിൾസ് വരെ അതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ആൻഡ് ഇതെല്ലാത്തിനും ഡേറ്റ ടൈപ്പ് സെയിം ആയിരിക്കും. ഫസ്റ്റ് 1 ഡൈമെൻഷണൽ അറേ നോക്കാം. ഇതിൻ്റെ സിൻടാക്സ് ആണ് ഡേറ്റ ടൈപ്പ് സ്പേസ് അറേ നെയിം ഓഫ് അതിൻ്റെ സൈസ് മെൻഷൻ ചെയ്യണം. അത് സ്ക്വയർ ബ്രാക്കറ്റിലാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്, സെമിക്കോളൻ. ഡേറ്റ ടൈപ്പ് അറേ നെയിം സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് അതിൻ്റെ സൈസ് സെമിക്കോളൻ. ഇതാണ് അറേൻ്റെ സിൻടാക്സ്. പിന്നെ അറേയിൽ നമ്മൾ ഇൻഡെക്സ് വെച്ചിട്ടാണ് ഓരോ ലൊക്കേഷനിലുള്ള വാല്യൂസ് നമ്മൾ എടുക്കുന്നത്. ഇതിൽ ഇൻഡെക്സ് ഫ്രം 0 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇൻറ്റ് നമ്പർ ഓഫ് അറേ ഓഫ് 5 കൊടുക്കുമ്പോൾ 5 ലൊക്കേഷൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. 0, 1, 2, 3, 4 എന്നുള്ള 5 ലൊക്കേഷൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് സെക്കൻഡ് ടൈപ്പാണ് 2 ഡൈമെൻഷണൽ ആൻഡ് മൾട്ടി ഡൈമെൻഷണൽ അറേ. 2 ഡൈമെൻഷണൽ അറേയുടെ സിൻടാക്സ് ആണ് ഡേറ്റ ടൈപ്പ് സ്പേസ് അറേ നെയിം ഓഫ് റോ സൈസും കോളം സൈസും കൊടുക്കണം. ഇതാണ് 2 ഡൈമെൻഷണൽ അറേ, അതിൻ്റെ സിൻടാക്സ്.
അറേ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് വേരിയബിൾ ഡിക്ലറേഷനും സെയിം ആണ്. പക്ഷേ ഇതിൽ അറേ ഡിക്ലറേഷനിൽ നമ്മൾ അറേയുടെ സൈസും കൂടി മെൻഷൻ ചെയ്ത് കൊടുക്കും. അതാണ് ഒരു ഡിഫറൻസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫ്ലോട്ട് ഹൈറ്റ് ഓഫ് 50 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഇൻറ്റ് ഏജ് ഓഫ് 30 കൊടുക്കാം. ഇതെല്ലാം അറേ ഡിക്ലറേഷൻസ് ആണ്. പിന്നെ അറേ ഇനീഷ്യലൈസേഷൻ, സെയിം ലൈക്ക് വേരിയബിൾസ് അറേസ് നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യാൻ പറ്റും. ഡേറ്റ ടൈപ്പ് അറേ നെയിം, അതിൻ്റെ അകത്ത് സൈസ് സ്പെസിഫൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഈക്വൽ ടു നമുക്ക് അറേസിലുള്ള ഡേറ്റാസ് എലമെൻറ്റ്സ് ഒക്കെ അതിൻ്റെ അകത്ത് കൊടുക്കാം. അത് കേളി ബ്രാക്കറ്റ്സിലാണ് കൊടുക്കേണ്ടത്. ഇത് 1 ഡൈമെൻഷണൽ അറേ. നമ്മൾ അറേ എലമെൻറ്റ്സിനെ ഇൻഡെക്സ് വാല്യൂസ് വെച്ചിട്ടാണ് ആക്സസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ആണ് പോയിൻറ്റേഴ്സ്. പോയിൻറ്റേഴ്സും സിയിലുള്ള ഒരു ഡേറ്റ ടൈപ്പാണ്. സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലുള്ള ഒരു ഡേറ്റ ടൈപ്പാണ് പോയിൻറ്റർ. പോയിൻറ്ററിൽ നമുക്ക് അഡ്രസ് ഓഫ് സം അതർ മെമ്മറി ലൊക്കേഷൻ സ്റ്റോർ ചെയ്യാൻ പറ്റും. പോയിൻറ്റേഴ്സിൽ അഡ്രസ്സാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇതിൻ്റെ ഡിക്ലറേഷനാണ് ഡേറ്റ ടൈപ്പ് സ്റ്റാർ ഐഡൻറ്റിഫയർ നെയിം. ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ ഇൻറ്റ് എൻ അങ്ങനെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻറ്റ് സ്റ്റാർ PTR എന്ന ഒരു പോയിൻറ്ററും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. PTR ഈക്വൽ ടു ആംപ്രസൻറ്റ് എൻ സെമിക്കോളൻ. ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്നിൻ്റെ മെമ്മറി അഡ്രസ്സ് PTRലേക്ക് സ്റ്റോർ ആകും. പോയിൻറ്റർ നമ്മൾ സ്റ്റാർ സിമ്പിൾ അസ്റ്ററിക് സിമ്പിൾ വെച്ചിട്ടാണ് ഡിക്ലെയർ ചെയ്യുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് സ്ട്രിങ്സ്. സ്ട്രിങ്സ് ഇസ് എ കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ്. ഇപ്പോൾ ഡബിൾ കോട്ട്സിനകത്ത് നമ്മൾ കൊടുക്കുന്ന എല്ലാം തന്നെ സ്ട്രിങ്സ് ആണ്. ഈ സ്ട്രിങ്സ് നമ്മൾ കൊടുക്കുന്ന സ്ട്രിങ്സ് ഓട്ടോമാറ്റിക്കലി ഒരു നൾ ക്യാരക്ടർ വെച്ച് അപ്പൻഡ് ആയിക്കോളും ടു എൻഡ് ദ സ്ട്രിങ്. Any group of characters closed in double quote marks is referred to as a string constants. ഓരോ സ്ട്രിങ് കോൺസ്റ്റൻറ്റിനും എൻഡിൽ നൾ ക്യാരക്ടർ ഓട്ടോമാറ്റിക്കലി അപ്പൻഡ് ആയിക്കോളും ടു എൻഡ് ദി സ്ട്രിങ്. സ്ട്രിങ്ങിനെ നമ്മൾ അറേ എന്ന് പറയാം. അറേ വിത്ത് ലോവർ ബൗണ്ട് 0 ആണ്, ലോവർ ഇൻഡെക്സ് 0 ആണ്. ആൻഡ് അപ്പർ ഇൻഡെക്സ് ഇസ് ഈക്വൽ ടു സ്ട്രിങ്സ് ലെങ്ത് ഇൻ ക്യാരക്ടേഴ്സ്. ഇതിൻ്റെ സിൻടാക്സ് ആണ്, സ്ട്രിങ്സ് ഡിക്ലെയർ ചെയ്യാനുള്ള സിൻടാക്സ് ആണ് ക്യാർ സ്ട്രിങ് നെയിം സ്ക്വയർ ബ്രാക്കറ്റ് ഈക്വൽ ടു ഡബിൾ കോട്ട്സിനകത്ത് നമുക്ക് ആവശ്യമുള്ള സ്ട്രിങ്സിൻ്റെ സ്ട്രിങ്സ് കൊടുക്കാം സെമിക്കോളൻ. ഇതാണ് ഡിക്ലെയർ ചെയ്യാനുള്ള ഒരു വേ. ഇത് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന സ്ട്രിങ് അല്ലേ. ഇപ്പോൾ ഫ്രം ദ യൂസർ നമുക്ക് ഇൻപുട്ട് എടുക്കണമെങ്കിൽ ക്യാർ സ്ട്രിങ് നെയിം സ്ക്വയർ ബ്രാക്കറ്റിൽ അതിൻ്റെ സൈസ് മാത്രം സ്പെസിഫൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ യൂസേഴ്സ് നമ്മൾ സ്കാൻഎഫ് ഓർ ഗെറ്റ്സ് അത് വെച്ച് നമുക്ക് സ്ട്രിങ് ഇൻപുട്ട് ചെയ്യാൻ പറ്റും. പിന്നെ റീഡിങ് ആൻഡ് റൈറ്റിംഗ് ആണ്. ഫോർമാറ്റഡ് അൺഫോർമാറ്റഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇൻപുട്ട് എടുക്കാനും പറ്റും സ്ട്രിങ്സ്. പിന്നെ ഔട്ട്പുട്ടിൽ ഡിസ്പ്ലേ ചെയ്യാനും പറ്റും. പിന്നെ ബിൽഡ് ഇൻ ലൈബ്രറി ഫങ്ഷൻസ് ടു മാനിപ്പുലേറ്റ് സ്ട്രിങ്സിന് ബിൽഡിംഗ് ലൈബ്രറി ഫങ്ഷൻസ് ഉണ്ട്. അത് ആഡ് ചെയ്യാനും പിന്നെ സ്പ്ലിറ്റ് ചെയ്യാൻ പിന്നെ കോപ്പി ചെയ്യാൻ അപ്പർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ ലൈബ്രറി ഫങ്ഷൻസ് ഒക്കെ ഉണ്ട്. അതാണ് strlen. ഇത് വെച്ചുകൊണ്ട് നമുക്ക് സ്ട്രിങ്ങിൻ്റെ ലെന്ത് കണ്ടുപിടിക്കാൻ പറ്റും. strlwr അത് വെച്ചിട്ട് കൺവേർട്ട് എ സ്ട്രിങ് ടു ലോവർ കേസ്. പിന്നെ strupr വെച്ചിട്ട് കൺവേർട്ട്സ് സ്ട്രിങ് ടു അപ്പർ കേസ്. ഇങ്ങനെ കുറേ ബിൽഡ് ഇൻ ലൈബ്രറി ഫങ്ഷൻസ് ഉണ്ട് സ്ട്രിങ്സിന്. ഫസ്റ്റ് വൺ ആണ് strlen. ഇത് വെച്ച് നമുക്ക് സ്ട്രിങ്ങിൻ്റെ ലെന്ത് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ strcpy ഇത് കോപ്പീസ് ദ കണ്ടൻറ്റ് ഓഫ് വൺ സ്ട്രിങ് ഇൻ ടു അനദർ സ്ട്രിങ്. ദെൻ strcat this function concatenates the source string at the end of the target string. ഒരു ടാർഗറ്റ് സ്ട്രിങ് കാണും, അതിൻ്റെ എൻഡിൽ സോഴ്സിങ് സ്ട്രിങ്ങിനെ ആഡ് ചെയ്യും, കൺകാറ്റിനേറ്റ് ചെയ്യും. പിന്നെ strcompare ഉണ്ട്. ഇത് രണ്ട് സ്ട്രിങ്സിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ലാസ്റ്റ് ഉള്ളതാണ് ഡൈനാമിക് മെമ്മറി മാനേജ്മെൻറ്റ്. ഇത് മെമ്മറി അലോക്കേഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്, സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക്. സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷനിൽ വേരിയബിൾസിനെ പെർമനൻ്റ്ലി നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അലോക്കേഷൻ പ്രോഗ്രാം എക്സിക്യൂഷൻ്റെ മുന്നേ ആണ് നടക്കുന്നത്. അലോക്കേഷൻ ഇസ് ഡൺ ബിഫോർ പ്രോഗ്രാം എക്സിക്യൂഷൻ. പിന്നെ സ്റ്റാറ്റിക് അലോക്കേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡേറ്റ സ്ട്രക്ചർ സ്റ്റാക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിൽ മെമ്മറി റീയൂസബിലിറ്റി ഇല്ല. ആൻഡ് മെമ്മറി ഈസ് അലോക്കേറ്റഡ് അറ്റ് കമ്പൈൽ ടൈമിലാണ് മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇതാണ് സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ. പിന്നെ ഉള്ളതാണ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ.
Dynamic memory allocation variables get allocated only if a program unit gets active. Program unit active ആകുമ്പോൾ മാത്രമേ വേരിയബിൾസ് അലോക്കേറ്റ് ചെയ്യത്തുള്ളൂ. പിന്നെ അലോക്കേഷൻ പ്രോഗ്രാം എക്സിക്യൂഷൻ്റെ സമയത്താണ് നടക്കുന്നത്. പിന്നെ ഇതിൽ ഹീപ്പ് എന്ന് പറയുന്ന ഒരു ഡേറ്റ സ്ട്രക്ചറാണ് യൂസ് ചെയ്യുന്നത് ഫോർ ഇംപ്ലിമെൻറ്റിംഗ് ഡൈനാമിക് അലോക്കേഷൻ. സ്റ്റാറ്റിക്കിൽ സ്റ്റാക്കാണ് യൂസ് ചെയ്യുന്നത്, ഡൈനാമിക്കിൽ ഹീപ്പാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് മോർ എഫീഷ്യൻ്റ് ആണ്. സ്റ്റാറ്റിക് ലെസ് എഫീഷ്യൻ്റ് ആണ്, ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ഇസ് മോർ എഫീഷ്യൻറ്റ്. ആൻഡ് ഇതിൽ മെമ്മറി റീയൂസബിലിറ്റി ഉണ്ട്. ആൻഡ് മെമ്മറി ക്യാൻ ബി ഫ്രീഡ് വെൻ നോട്ട് റിക്വയർഡ്. മെമ്മറി ഈസ് അലോക്കേറ്റഡ് അറ്റ് റൺ ടൈം. ഇത് ഡൈനാമിക് മെമ്മറി അലോക്കേഷനിൽ റൺ ടൈമിലാണ് മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്, സ്റ്റാറ്റിക്കിൽ കമ്പൈൽ ടൈമിലാണ്. പിന്നെ MLOC മെമ്മറി അലോക്കേഷൻ സൈസ് ഓഫ് ആൻഡ് ഫ്രീ. MLOC യൂസ് ചെയ്യുന്നതോടെ നമുക്ക് ഒരു സിംഗിൾ ബ്ലോക്ക് ഓഫ് മെമ്മറിയാണ് അലോക്കേറ്റ് ചെയ്ത് കിട്ടുന്നത് വിത്ത് സ്പെസിഫൈഡ് സൈസ് ഡൈനാമിക്കലി. ആൻഡ് ഇറ്റ് റിട്ടേൺസ് എ വോയിഡ് പോയിൻ്റർ ദറ്റ് ക്യാൻ ബി കാസ്റ്റ് ഇൻ ടു എനി ടൈപ്പ് ഓഫ് പോയിൻ്റർ. ഇതിൻ്റെ സിൻടാക്സ് ആണ് PTR is equal to ഡേറ്റ ടൈപ്പ് സ്റ്റാർ MLOC ഓഫ് ബൈറ്റ് സൈസ്. എക്സാമ്പിൾ ആണ് PTR is equal to int സ്റ്റാർ MLOC ഓഫ് 20 into സൈസ് ഓഫ് int സെമിക്കോളൻ. പിന്നെ നെക്സ്റ്റ് ഉള്ളതാണ് CLOC. CLOC ഫംഗ്ഷൻ അലോക്കേറ്റ്സ് മെമ്മറി ആൻഡ് ഇനീഷ്യലൈസസ് ഓൾ ബിറ്റ്സ് ടു 0. നെക്സ്റ്റ് ടോപ്പിക്കാണ് സ്ട്രക്ചർ ആൻഡ് യൂണിയൻ. സ്ട്രക്ചറിൽ നമ്മൾ കളക്ഷൻ ഓഫ് ഡേറ്റ ആണ് വിത്ത് ഡിഫറെൻറ്റ് ഡേറ്റ ടൈപ്സ്. ഡിഫറെൻറ്റ് ഡേറ്റ ടൈപ്സ് ഉള്ള ഡേറ്റാസൊക്കെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും ബൈ യൂസിങ് സ്ട്രക്ചർ. ഓക്കെ, ഫസ്റ്റ് സ്ട്രക്ചർ എങ്ങനെ ഡിഫൈൻ ചെയ്യണമെന്ന് നോക്കാം. സ്ട്രക്റ്റ് ആണ് സ്ട്രക്ചറിൻ്റെ കീവേഡ്. സ്ട്രക്റ്റ് സ്പേസ് സ്ട്രക്ചർ നെയിം, പിന്നെ കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഡേറ്റ ടൈപ്പ്, അത് പിന്നെ മെമ്പർ വണ്ണിൻ്റെ നെയിം സെമിക്കോളൻ, പിന്നെ ഡേറ്റ ടൈപ്പ് മെമ്പർ 2ൻ്റെ സെമിക്കോളൻ, മെമ്പർ 2ൻ്റെ നെയിം സെമിക്കോളൻ, അങ്ങനെ എല്ലാ മെമ്പേഴ്സിൻ്റെയും ഡേറ്റ ടൈപ്പ് മെമ്പർ നെയിം എല്ലാം കൊടുത്തിട്ട് ലാസ്റ്റ് കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് സെമിക്കോളൻ ഇട്ട് കഴിയുമ്പോൾ നമ്മൾ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്തു. ആക്ച്വലി ഇവിടെ നമ്മൾ സ്ട്രക്ചർ ഡിക്ലെയർ മാത്രമാണ് ചെയ്തിരിക്കുന്നത്, അതിൽ വേരിയബിൾ ഒന്നും ഡിക്ലെയർ ചെയ്തിട്ടില്ല. സ്ട്രക്ചർ മാത്രമാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. വേരിയബിൾ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തില്ലേ, അതിൻ്റെ അടുത്ത് തന്നെ വേരിയബിൾസിൻ്റെ നെയിം കൊടുക്കണം, എന്നാലേ വേരിയബിൾ ഡിക്ലറേഷനും കംപ്ലീറ്റ് ആവത്തുള്ളൂ. പിന്നെ ഉള്ളതാണ് യൂണിയൻ്റെ സിൻടാക്സ് എല്ലാം സ്ട്രക്ചറിൻ്റെ സെയിം ആണ്. സ്ട്രക്ചർ നമ്മൾ എങ്ങനെയാണോ ഡിക്ലെയർ ചെയ്ത് അതേപോലെയാണ് യൂണിയനും ചെയ്യേണ്ടത്. ഇവിടെ യൂണിയനാണ് കീവേഡ്, അവിടെ നമ്മൾ സ്ട്രക്ചറിന് സ്ട്രക്റ്റാണ് കീവേഡായിട്ട് കൊടുത്ത്, ഇവിടെ യൂണിയനാണ് കീവേഡ്. ഇത് രണ്ടിനുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ സ്ട്രക്ചറിൽ ഓരോ മെമ്പറിനും അതിൻ്റെതായ മെമ്മറി ലൊക്കേഷൻ ഉണ്ട്. പക്ഷേ യൂണിയനിൽ അങ്ങനെയല്ല, എല്ലാ വേരിയബിൾസും സെയിം മെമ്മറി ലൊക്കേഷനാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇതിലുള്ള ലാസ്റ്റ് ടോപ്പിക്കാണ് ഫയൽസ്. നമ്മൾ C പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഫയൽ ഓപ്പറേഷൻസൊക്കെ പെർഫോം ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇറ്റ് ഇൻക്ലൂഡ്സ് നെയിമിങ് എ ഫയൽ, ഓപ്പണിങ് എ ഫയൽ, റീഡിങ് ഡേറ്റ ഫ്രം എ ഫയൽ, റൈറ്റിംഗ് ഡേറ്റ ടു എ ഫയൽ, ക്ലോസിങ് എ ഫയൽ. ഇതെല്ലാം നമുക്ക് C പ്രോഗ്രാമിംഗ് വെച്ച് പെർഫോം ചെയ്യാൻ പറ്റും. ഇതിൽ 2 ടൈപ്പായിട്ടുണ്ട്, 2 വേസ് ഉണ്ട് നമുക്ക് ഫയൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് വൺ ആണ് ലോ ലെവൽ IO operation. It uses operating system calls. Second one ആണ് high level IO operations. It uses functions in C's standard input output library. അപ്പോൾ ഇതിലുള്ള കുറച്ച് ഹൈ ലെവൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ് ഒക്കെ നോക്കാം. ഫസ്റ്റ് വൺ ആണ് Fopen യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യാം ഫോർ യൂസ്, ഒരു ഓപ്പൺസ് ആൻ എക്സിസ്റ്റിംഗ് ഫയൽ ഫോർ യൂസ്. Fopen യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. സെക്കൻഡ് വൺ ആണ് ക്ലോസ് ചെയ്തുകൊണ്ട് നമുക്ക് ഓപ്പൺ ചെയ്ത ഫയൽ, നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫയൽ ഓപ്പൺ ചെയ്തില്ല, ആ ഫയൽ ക്ലോസ് ചെയ്യാൻ പറ്റും. പിന്നെ ഗെറ്റ് C off, ഇത് റീഡ്സ് എ ക്യാരക്ടർ ഫ്രം ദ ഫയൽ. പിന്നെ പുട്ട് C, ഇറ്റ് റൈറ്റ്സ് എ ക്യാരക്ടർ ടു എ ഫയൽ. ദെൻ നെക്സ്റ്റ് വൺ ആണ് printf off, റൈറ്റ്സ് എ സെറ്റ് ഓഫ് ഡേറ്റ വാല്യൂസ് ടു എ ഫയൽ. നെക്സ്റ്റ് scanf, റീഡ്സ് എ സെറ്റ് ഓഫ് ഡേറ്റ വാല്യൂസ് ഫ്രം എ ഫയൽ. പിന്നെ ദെൻ ഗെറ്റ് W, റീഡ്സ് ആൻ ഇൻറ്റീജർ ഫ്രം എ ഫയൽ. put W, writes an integer to a file. ഇതാണ് സം ഓഫ് ഹൈ ലെവൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ് യൂസ്ഡ് ടു പെർഫോം ഫയൽ ഓപ്പറേഷൻസ് ഇൻ C. നെക്സ്റ്റ് ഉള്ളതാണ് ഫയൽ ഓപ്പണിംഗ് മോഡ്സ്. ഇതിൽ ഫയൽ ഡിഫറെൻറ്റ് മോഡ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് മോഡാണ് R, സ്മോൾ ലെറ്റർ ആണ് എല്ലാം. ഫസ്റ്റ് വൺ R opens a text file in reading mode. R opens a file in reading mode. പിന്നെ ഉള്ളത് W opens or creates a text file in writing mode. Then
A opens a text file in append mode. R plus opens a text file in both reading and writing mode. W plus opens a text file in both reading and writing mode. A plus opens a text file in both reading and writing mode. And RB opens a binary file in reading mode. നെക്സ്റ്റ് വൺ ടൈപ്സ് ഓഫ് ഫയൽസ് ആണ്. ഫയൽസ് 2 ടൈപ്പാണ് ഉള്ളത്. ഫസ്റ്റ് വൺ ടെക്സ്റ്റ് ഫയൽ, പിന്നെ ഉള്ളത് ബൈനറി ഫയൽസ്. ഇതിൽ ടെക്സ്റ്റ് ഫയലിൽ ബിറ്റ്സ് ക്യാരക്ടറിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പിന്നെ ഇത് ലെസ് പ്രോൺ ടു ഗെറ്റ് കറപ്റ്റഡ് ആണ്. ലെസ് പ്രോൺ ടു ഗെറ്റ് കറപ്റ്റ് ആസ് ചേഞ്ചസ് റിഫ്ലക്റ്റ് as soon as the file is opened and can easily be undone. Can store only plain text in a file. വൈഡ്ലി യൂസ്ഡ് ഫയൽ ഫോർമാറ്റ് ആണ്. ആൻഡ് ഏതൊരു സിമ്പിൾ ടെക്സ്റ്റ് എഡിറ്റർ വെച്ചും ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും ടെക്സ്റ്റ് ഫയൽസിനെ. ആൻഡ് ഇതിൻ്റെ എക്സ്റ്റെൻഷൻസ് മോസ്റ്റ്ലി .txt ആയിരിക്കാം, അല്ലെങ്കിൽ .rtf ആയിരിക്കാം. ഇതാണ് ടെക്സ്റ്റ് ഫയലിൻ്റെ മോസ്റ്റ്ലി യൂസ്ഡ് എക്സ്റ്റെൻഷൻസ്. പിന്നെ ഉള്ളത് ബൈനറി ഫയലാണ്. ബൈനറി ഫയൽ കസ്റ്റം ഡേറ്റ ബിറ്റ്സ് റെപ്രസെൻ്റ് കസ്റ്റം ഡേറ്റ. ഇറ്റ് ക്യാൻ ഈസിലി ഗെറ്റ് കറപ്റ്റഡ്. Even a single bit change may corrupt the file. And it can store different types of data, image, audio, text, ഇതെല്ലാ ടൈപ്പ് ഓഫ് ഡേറ്റാസും നമുക്ക് ബൈനറി ഫയലിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ആൻഡ് ഡെവലപ്ഡ് എസ്പെഷ്യലി ഫോർ ആൻ ആപ്ലിക്കേഷൻ ആൻഡ് may not be understood by other applications. Then ഇത് നെക്സ്റ്റ് വൺ ആണ്. ഇറ്റ് ക്യാൻ ഹാവ് എനി ആപ്ലിക്കേഷൻ ഡിഫൈൻഡ് എക്സ്റ്റെൻഷൻസ്. ടെക്സ്റ്റ് ഫയലിനെ പോലെ ഇതിന് സ്പെസിഫൈഡ് എക്സ്റ്റെൻഷൻസ് ഒന്നുമില്ല. ഇറ്റ് ക്യാൻ ഹാവ് എനി ആപ്ലിക്കേഷൻ ഡിഫൈൻഡ് എക്സ്റ്റെൻഷൻസ്. ഇതാണ് ടെക്സ്റ്റ് ഫയലിനും ബൈനറി ഫയലിനും ഉള്ള ഡിഫറൻസ്. ഈ വീഡിയോയിൽ മാക്സിമം ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് മാത്രമാണ് കവർ ചെയ്തിരിക്കുന്നത്. ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പോയിട്ടില്ല. ബിക്കോസ് ഇത് തിയറി എക്സാം അല്ലേ, OMR അല്ലേ, അതുകൊണ്ട് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് മാത്രമാണ് കവർ ചെയ്തിട്ടുള്ളത്. ഞാൻ ഗൂഗിളിലുള്ള ഒരു PDF എടുത്തിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് തിയറി വേണമെങ്കിൽ ഞാൻ ഡ്രൈവിൽ ഈ ബുക്കിൻ്റെ ഇത് ഫയൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് ഓപ്പൺ ചെയ്താൽ മതി. അതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. പിന്നെ ഞാൻ എഴുതിയ ഹാൻഡ് റിട്ടൺ നോട്ട്സ് കുറച്ചുണ്ട്. പിന്നെ ഈ ബുക്കിൻ്റെ ഫുൾ PDF അതിലുണ്ട്. അപ്പോൾ ഒത്തിരി ഡീറ്റെയിൽസ് വേണമെന്നുള്ളവർക്ക് അത് പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അത്രേ ഉള്ളൂ. ആൻഡ് ബാലൻസ് സബ്ജക്ട്സിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ട്രൈ ചെയ്യുവാണ്. അപ്പോൾ സമയം കിട്ടിയാൽ ഞാൻ എല്ലാം തന്നെ അപ്ലോഡ് ചെയ്യാം.